മാസ്റ്റർ കി അക്കാഡമിയുടെ ഏറ്റവും പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ കുറേ പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടുവരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഇതിനുള്ളിലുണ്ട്. സോ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ഒരു ഐസോകോറിക് പ്രോസസ്സിൽ ഡാഷ് സ്ഥിരമായിരിക്കും. ഒരു ഐസോകോർ പ്രോസസ്സിൽ ഡാഷ് സ്ഥിരമായിരിക്കും. എന്താണ് അവിടെ കോൺസ്റ്റന്റ് വാല്യൂ? അതാണ് ചോദ്യം. ഓപ്ഷൻ എ വ്യാപ്തം, ഓപ്ഷൻ ബി ഊഷ്മാവ്, ഓപ്ഷൻ സി എൻട്രോപ്പി ആൻഡ് ഓപ്ഷൻ ഡി മർദ്ദം. സോ ഐസോകോറിക് പ്രോസസ്സ് എന്താണ് എന്ന് ആദ്യം തിരിച്ചറിയുക. കുറേ 4 ടൈപ്പ് പ്രോസസ്സുകളെ കുറിച്ച് ഞാൻ പ്രധാനമായിട്ടും പറയുന്നു. ഈ 4 ടൈപ്പിൽ ഏതിന് ക്വസ്റ്റ്യൻ വന്നാലും കൺഫ്യൂഷൻ ആവാതെ കറക്റ്റ് ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് വൺ ഐസോകോറിക് പ്രോസസ്, second one isobaric process, third one isothermal process and fourth one adiabatic process. ഈ 4 പ്രോസസ്സുകളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് അറിയുകയാണെങ്കിൽ ഏത് ചോദിച്ചാലും നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും. സോ ഫസ്റ്റ് വൺ ഐസോകോറിക് പ്രോസസ്, സെക്കൻഡ് വൺ ഐസോബാറിക്, തേർഡ് വൺ ഐസോതെർമൽ and last one adiabatic. നാല് പ്രോസസ്സുകളെ കുറിച്ചും കൃത്യമായിട്ട് അറിയുക. ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ തെർമോഡൈനാമിക് സിസ്റ്റം അണ്ടർ കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ it is a process takes place in a thermodynamic system under constant volume. അവിടെ തന്നെ നിങ്ങൾക്ക് ചോദ്യത്തിന് ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഐസോകോറിക് പ്രോസസ്സിൽ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇൻ ഐസോകോറിക് പ്രോസസ് വോളിയം ഈസ് കോൺസ്റ്റന്റ്. വോളിയം ആണ് അവിടെ എന്തെന്ന് പറയുന്നത്? കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ദെൻ വൺ മോർ തിങ്, ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ ഈസ് 0 ആണ്. ഓക്കെ, സോ വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ് ഈസ് 0. വർക്ക് ഡൺ ഈസ് 0. ഇതാണ് പ്രധാനമായിട്ടും ഐസോകോറിക്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ തെർമോഡൈനാമിക് സിസ്റ്റം അണ്ടർ കോൺസ്റ്റന്റ് വോളിയം. The work done in isocoric process is 0. Clear ആണല്ലോ? ഇനി second one, what do you mean by isobaric process? So sometimes previous yearsൽ isocoric ചോദിച്ചുകൊണ്ട് ഇനി വരും ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഐസോബാറിക് ആയിരിക്കാം. സോ ശ്രദ്ധിക്കുക, ഐസോബാറിക് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. The process takes place in thermodynamic system under constant pressure. ഐസോബാറിക് പ്രോസസ്സിൽ പ്രഷർ അല്ലെങ്കിൽ മർദ്ദമായിരിക്കും എന്ത്? കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നത്. സോ ഹിയർ പ്രഷർ ഈസ് കോൺസ്റ്റന്റ്. ഐസോബാറിക് പ്രോസസ്സിൽ പ്രഷർ ആണ് കോൺസ്റ്റന്റ്. ദെൻ വൺ മോർ തിങ്, ഐസോബാറിക് പ്രോസസ്സിൽ ഡ്യൂറിങ് ആൻ ഐസോബാറിക് പ്രോസസ് ദ വർക്ക് ഡൺ ഈസ് ഓൺ ദ സിസ്റ്റം ആണ്. അതും കൂടെ ശ്രദ്ധിക്കുക. വർക്ക് ഡൺ by the system ഉണ്ട്, work done on the system ഉണ്ട്. So in this isobaric process work is done on the system ആണ്. അതുകൂടെ ശ്രദ്ധിക്കുക. work is done on the system. ഇതാണ് ഐസോബാറിക് പ്രോസസ്. തേർഡ് വൺ ഐസോതെർമൽ പ്രോസസ്. നിങ്ങൾക്കറിയാം അവിടെ എന്താണ്? ടെമ്പറേച്ചർ ആണ് എന്ത്? കോൺസ്റ്റന്റ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ അഡിയാബാറ്റിക്. അഡിയാബാറ്റിക് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അല്ല കോൺസ്റ്റന്റ്, ഹീറ്റ് ഈസ് കോൺസ്റ്റന്റ്. ഹീറ്റ് ആണ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. സോ ഹിയർ ഡെൽറ്റ ടി ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0. അവിടെ ടെമ്പറേച്ചർ അല്ല കോൺസ്റ്റന്റ്.
Okay ആണല്ലോ. Heat QEC is equal to a constant. So ശ്രദ്ധിക്കുക, there are 4 types of reaction. ഒരുപാട് ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട് എങ്കിലും മെയിൻലി റിലേറ്റഡ് ടു ഐസോകോറിക് പ്രോസസ് 4 ടൈപ്പ് പ്രോസസ്സുകളെ പരിചയപ്പെടുത്തുന്നു. ഫസ്റ്റ് വൺ ഐസോകോറിക്, സെക്കൻഡ് വൺ ഐസോബാറിക്, തേർഡ് വൺ ഐസോതെർമൽ ആൻഡ് ലാസ്റ്റ് വൺ അഡിയബാറ്റിക് പ്രോസസ്. ഒരിക്കൽ കൂടി പറയുന്നു, ഐസോകോറിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ തെർമോഡൈനാമിക്കൽ സിസ്റ്റം under constant volume. Isocoric volume എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ദെൻ ഐസോബാറിക് എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ തെർമോഡൈനാമിക് സിസ്റ്റം അണ്ടർ കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, അപ്പോൾ ബാരോമീറ്ററുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക ഐസോബാറിക് പ്രഷർ. ഓക്കെ, ഐസോബാറിക് പ്രഷർ. ദെൻ വൺ മോർ തിങ് ദെയർ, work is done on the system in isobaric process and work done is zero in isocoric process. Clear? And last one, isothermal reaction. Isothermal reaction in which temperature is constant. And the last one, adiabatic system, adiabatic process in which the heat is constant. Clear ആണല്ലോ? So definitely once again in isocoric process il dash സ്ഥിരമായിരിക്കും. Clear ആണ്? It is very clear that the answer is വ്യാപ്തം. ഓപ്ഷൻ എ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ദ്വയറ്റോമിക തന്മാത്രയിൽ ഡാഷ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. ഒരു ദ്വയറ്റോമിക തന്മാത്രയിൽ, ദ്വയറ്റോമിക തന്മാത്ര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ഡയറ്റോമിക് മോളിക്യൂൾ. ഡയറ്റോമിക് മോളിക്യൂളിനാണ് ദ്വയറ്റോമിക തന്മാത്ര എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഡയറ്റോമിക് മോളിക്യൂളിൽ ഡാഷ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 3, option C 7 and option D 1. So first one, എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നറിയുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ, എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ദി നമ്പർ ഓഫ് ഡയറക്ഷൻ ഇൻ വിച്ച് എ പാർട്ടിക്കിൾ ക്യാൻ മൂവ് ഫ്രീലി. Once again, the number of direction in which a particle can freely move. ഓക്കെ, ഒരു വസ്തുവിന് വളരെ സ്വതന്ത്രപരമായിട്ട് മൂവ് ചെയ്യുവാൻ സാധിക്കുന്ന എത്രത്തോളം ഡയറക്ഷൻസ് ഉണ്ടോ അതിനെയാണ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു എൻ ഗ്യാസ് കണ്ടെയ്നറിൽ എടുക്കുകയാണെങ്കിൽ, എൻ എന്ന് പറയുന്ന ഗ്യാസ് ഒരു കണ്ടെയ്നറിൽ എടുക്കുകയാണെങ്കിൽ അതിന് സിമ്പിളായിട്ട് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും എന്ന് പറയാം. ഓക്കെ, സോ ഇഫ് ദർ ആർ n ഗ്യാസ് molecules in a container, then they have 3n degrees of freedom. Clear ആണല്ലോ? യെസ്. ഇനി നമുക്കറിയാം പ്രധാനമായിട്ടും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ട്രാൻസ്ലേഷണൽ, അതായത് ട്രാൻസ്ലേഷണൽ രീതിയിൽ അതിനെ ഡയറക്ഷൻ നടത്താം. ദെൻ വൈബ്രേഷണൽ ഉണ്ട്, ട്രാൻസ്ലേഷണൽ ഉണ്ട്, ദെൻ വൈബ്രേഷണൽ ഉണ്ട്, ദെൻ റൊട്ടേഷണൽ ഉണ്ട്. പ്രധാനമായിട്ടും ഈ 3 തരത്തിലുള്ളതാണ് ഉള്ളത്. ഓക്കെ, ട്രാൻസ്ലേഷണൽ, വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഓൾവേസ് 3. എല്ലാ മോളിക്യൂൾസിനും എന്താണ് ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്? നമ്പർ ഓഫ് ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, ദെൻ വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ. റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ലീനിയർ മോളിക്യൂളാണ് എങ്കിൽ, ഓക്കെ, ട്രാൻസ്ലേഷണൽ കഴിഞ്ഞു, ദെൻ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് എങ്കിൽ, ശ്രദ്ധിക്കുക, ലീനിയർ മോളിക്യൂളാണ് എങ്കിൽ ട്രാൻസ്ലേഷൻ നമ്പർ ഓഫ് ഡിഗ്രീസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. എന്നാൽ നോൺ ലീനിയർ ആണ് എങ്കിൽ
നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, 3 ടൈപ്പ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതിൽ ട്രാൻസ്ലേഷണൽ, വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ. ഒരു കണ്ടെയ്നറിൽ n ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് എങ്കിൽ അതിന് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. അതിൽ 3 എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ ആയിരിക്കും. ആ ലീനിയർ മോളിക്യൂൾ ആണ് എങ്കിൽ 2 റൊട്ടേഷണൽ ഉണ്ടായിരിക്കും. നോൺ ലീനിയർ ആണെങ്കിൽ 3 റൊട്ടേഷണൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ വൈബ്രേഷൻ ലെവൽ കണ്ടുപിടിക്കാൻ സിമ്പിൾ. ലീനിയർ ആണ് എങ്കിൽ 3n - 5 ചെയ്യുക. ദെൻ നോൺ ലീനിയർ ആണെങ്കിലോ 3n - 6 ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ദി ഡയറക്ഷൻ, ദി നമ്പർ ഓഫ് ഡയറക്ഷൻ ഇൻ വിച്ച് ദ പാർട്ടിക്കിൾ ക്യാൻ ഫ്രീലി മൂവ്. ഓക്കെ, പ്രധാനമായിട്ടും 3 ടൈപ്പ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം: ട്രാൻസ്ലേഷണൽ, വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ. ഒരു കണ്ടെയ്നറിൽ n ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് എങ്കിൽ അതിന് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ 3 ട്രാൻസ്ലേഷണൽ ആയിരിക്കും. ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ 2 റൊട്ടേഷണൽ, നോൺ ലീനിയർ ആണെങ്കിൽ 3 റൊട്ടേഷണൽ. ദെൻ ടോട്ടലിൽ നിന്ന് n കുറയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ 3nൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ ലീനിയർ ആണെങ്കിൽ വൈബ്രേഷണൽ കിട്ടും. ദെൻ വൈബ്രേഷൻ ലെവൽ നോൺ ലീനിയർ മോളിക്യൂളിൻ്റെ ആണെങ്കിൽ 3n - 6 ചെയ്താൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ദ്വയറ്റോമിക തന്മാത്ര. ഓക്കെ, ദ്വയറ്റോമിക തന്മാത്ര എന്ന് പറയുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n എന്ന് പറയുന്നത് 2 ആണ്. ഹിയർ n is the number of particles. ഓക്കെ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സോ ദ്വയറ്റോമിക തന്മാത്രയാണ് 3 × 2 6 ആണ് വരേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 6 ആണ് വരേണ്ടത്. സോ ഹിയർ ഓപ്ഷനിൽ 5, 3, 7, 1 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും 7 വരത്തില്ല എന്നുള്ള ഓപ്ഷനിൽ 7 എന്തായാലും വരത്തില്ല, കാരണം 6 വരത്തുള്ളൂ. അതിൽ കൂടുതൽ എന്തായാലും വരില്ല. ദെൻ 5, 3, 1 എന്തായാലും അല്ല, കാരണം ഏതൊരു മോളിക്യൂളിലും 3 ട്രാൻസ്ലേഷൻ ഓൾറെഡി ഉണ്ട്, പ്ലസ് റൊട്ടേഷൻ ആൻഡ് വൈബ്രേഷൻ. അപ്പം 3 വരത്തില്ല, 1 വരത്തില്ല. ദെൻ 5 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിജിഡ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ദെൻ എന്തുകൊണ്ട് 3n 6 വന്നില്ല എന്ന് ചോദിച്ചാൽ, ഒരു റിജിഡ് മോളിക്യൂൾ ആണെങ്കിൽ അതിന് വൈബ്രേഷനിൽ ഇല്ല. ഓക്കെ, അപ്പോൾ 1 കുറയും. ക്ലിയർ? ദെൻ ഒരു കാര്യം കൂടി പറയുന്നു, അവിടെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ, മൂവ്മെന്റിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ ചോദ്യത്തിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ, ഒരു ഡയറക്ഷൻ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് പറയുവാണെങ്കിൽ, then the equation will be changed. 3n - q now. q എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഇൻ മൂവ്മെന്റ്. ഓക്കെ, അതും കൂടി ഓർത്ത് വെച്ചിരിക്കുക. ഏത് തന്നാലും 3n ചെയ്യരുത്. എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ടേ 3n ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ ദ ആൻസർ ഈസ് 5. വൺസ് അഗെയിൻ, ഒരു ദ്വയറ്റോമിക തന്മാത്രയിൽ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ഫോട്ടോണിൻ്റെ റെസ്റ്റ് മാസ് ഡാഷ് ആണ്. ഓപ്ഷൻ എ 9.1 × 10⁻³ കിലോഗ്രാം. ഓപ്ഷൻ ബി 9.1 × 10⁻31 കിലോഗ്രാം. ഓപ്ഷൻ സി 0. ഓപ്ഷൻ ഡി 9.1 × 10⁻27. നോക്കാം. റെസ്റ്റ് മാസ് ഓഫ്, ചോദ്യം ഇതാണ്, ഫോട്ടോൺ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ട ഉടനെ ഫോട്ടോണിന് പകരം പ്രോട്ടോൺ എന്ന് വായിക്കരുത്. ഫോട്ടോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഓരോന്നിൻ്റെയും മാസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. സോ ഹിയർ ഫോട്ടോണിൻ്റെ റെസ്റ്റ് മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഫോട്ടോണിൻ്റെ റെസ്റ്റ് മാസ്. ഫോട്ടോണിൻ്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് 0 ആണ്.
മറക്കരുത്. The residual mass of photon is 0. Then നമുക്ക് അതിന്റെ കൂടെ പഠിക്കാം എന്താണ് ഇലക്ട്രോണിന്റെ മാസ്, പ്രോട്ടോണിന്റെ മാസ്, ന്യൂട്രോണിന്റെ മാസ്. ഇതെല്ലാം കുറിച്ച് പഠിക്കുമ്പോഴാണ് പൂർണ്ണമാവുന്നത്. സോ ഫോട്ടോണിന്റെ റെസിഡ്യൂ മാസ് 0. Then mass of electron, mass of electron എന്ന് പറയുന്നത് 9.1 into 10 raised to minus 31 കിലോഗ്രാം. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഫോട്ടോണിന്റെ മാസ് ചോദിച്ചിട്ട് ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത് ഇലക്ട്രോണിന്റെ മാസാണ്, തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഓപ്ഷൻ ബിയിൽ ചോദിച്ചിരിക്കുന്നതോ 9.1 into 10 raised to 31 ആണ്. -31 ഉണ്ട്, 31 ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. -31 ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ചെറുതാണ്. അതിന് 9 into 10 raised to 31 എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയൊരു സാധനമാണ് അല്ലേ. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളൂ. സോ 10 raised to -31 കിലോഗ്രാം ആണ്. Okay, so the residual mass of photon is 0. Mass of electron is 9.1 into 10 raised to minus 31 kilogram. Clear? Yes. Next one, mass of proton. Mass of proton. പ്രോട്ടോണിന്റെ വാല്യൂ എത്ര അറിയാമോ? മാസിന്റെ വാല്യൂ മറക്കരുത്, 1.0078 AMU. AMU means atomic mass unit. So mass of proton എന്ന് പറയുന്നത് എത്രയാണ്? 1.0078 AMU. Okay, then mass of neutron. മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 1.0087 AMU ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. മാസുകൾ, ഫോട്ടോണിൻ്റെ മാസ് 0, ഇലക്ട്രോണിൻ്റെ മാസ് 9.1 into 10 raised to minus 31 കിലോഗ്രാം, പ്രോട്ടോൺ 1.0078 AMU ആൻഡ് ന്യൂട്രോൺ 1.0087 AMU. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചോദ്യം ചോദിച്ചാലും എഴുതണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. ക്വസ്റ്റ്യൻ ബൈ ആൻസർ പറഞ്ഞു പോകുകയല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളോട് ചേർത്താണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്കറിയാം ആറ്റത്തിന് സെൻട്രൽ ഭാഗത്തായിട്ട് എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നറിയാം. ഓക്കെ, ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂക്ലിയസിനുള്ളിൽ 2 പേരാണ്, പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂക്ലിയസിനുള്ളിൽ 2 ആളുകളാണ്, പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ദെൻ ഇലക്ട്രോൺസ് എവിടെയാണ്? The electrons are revolving around the nucleus in a fixed path. The path is called orbit. ഇതെല്ലാം ക്ലിയർ ആയിട്ട് അറിയാവുന്നത്, നമ്മൾ 8ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ് അല്ലേ. ഇലക്ട്രോൺസുകൾ എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റും കൃത്യമായിട്ടുള്ള എന്തുണ്ട്? ഒരു പാതയുണ്ട്. ആ പാതയിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ആ പാതയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. ഓക്കെ, സോ ഇലക്ട്രോൺസ് ആർ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഓരോ ഷെല്ലുകൾക്കും ഓരോ പേരുകളുണ്ട്. ഫസ്റ്റ് ഷെൽ കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, ഓ ഷെൽ. ഓരോ ഷെല്ലിലും മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2n². ഓക്കെ, n എന്ന് പറഞ്ഞാൽ ഇഫ് കെ ഷെൽ n is equal to 1, if L shell n is equal to 2, if M shell n is equal to 3, അങ്ങനെ പോകും. സോ വി വിൽ ഗെറ്റ് കെ ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ 32, ഓ ഷെല്ലിൽ 50. ഇങ്ങനെ ക്ലിയർ ആണല്ലോ. ഒരു കാര്യം കൂടി പറയാം, പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂടെ ചേർത്ത് നമുക്ക് ന്യൂക്ലിയോൺ എന്ന് വിളിക്കാം. ഓക്കെ, പ്രോട്ടോണിനെയും ന്യൂട്രോണെയും, ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണെയും ന്യൂട്രോണെയും കൂടി ചേർത്ത് നമുക്ക് എന്ത് വിളിക്കാം? ന്യൂക്ലിയോൺ എന്ന് വിളിക്കാം. ഓക്കെ, ഇത്രയുമാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ്. സോ ഫോട്ടോണിൻ്റെ മാസ് 0, ഇലക്ട്രോണിൻ്റെ മാസ് 9.1 into 10 raised to minus 31 കിലോഗ്രാം, mass of proton 1.0078 atomic mass unit, mass of neutron 1.0087 atomic
മാസ് യൂണിറ്റ്. ഓക്കെ, പ്രോട്ടോണെയും ന്യൂട്രോണെയും കൂടെ ചേർന്ന് വിളിക്കുന്നു ന്യൂക്ലിയോൺ. പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിനകത്തുള്ളത്. ഇലക്ട്രോൺസ് വെളിയിൽ ഓർബിറ്റലുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലായിട്ടാണ് റിവോൾവ് ചെയ്യുന്നത്. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, ഒ ഷെല്ലുണ്ട്. ഓരോ ഷെല്ലുകളിലും മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം വി ക്യാൻ കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ 2n². ഓക്കെ, അതിന് കെ ആണെങ്കിൽ 1 ഇട്ട് കൊടുക്കുക, എൽ ആണെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് മാക്സിമം 2, 8, 18, 32, 50 എന്ന നമ്പറുകൾ കിട്ടും. ഇൻ കേസ് നെക്സ്റ്റ് ടൈമിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒ എന്ന് പറയുന്ന ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ആയിരിക്കും. ഓക്കെ, സോ യു ക്യാൻ clearly you can write the answer O shell contain 50 electrons, 50 electrons. Clear ആണല്ലോ? So ഒരു ഫോട്ടോണിന്റെ റെസിസ്റ്റീവ് മാസ് ഡാഷ് ആണ്. എത്ര ആയിരിക്കും? ഓപ്ഷൻ സി 0. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡേവിസൺ ആൻഡ് ജെർമർ പരീക്ഷണം വഴി ഏതിൻ്റെ വേവ് നേച്ചറാണ് ഉറപ്പിക്കപ്പെട്ടത്? സോ ഡേവിസൺ ആൻഡ് ജെർമൻ എന്ന് പറയുന്ന പരീക്ഷണം വഴി ഏതിൻ്റെയാണ് വേവ് നേച്ചർ, പാർട്ടിക്കിൾ നേച്ചർ, വേവ് നേച്ചർ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഏതിൻ്റെയാണ് വേവ് നേച്ചർ ഉറപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻ എ പ്രോട്ടോൺ, ഓപ്ഷൻ ബി ന്യൂട്രോൺ, ഓപ്ഷൻ സി ഇലക്ട്രോൺ ആൻഡ് ഓപ്ഷൻ ഡി ഗാമ പാർട്ടിക്കിൾ. സോ ഇതിൻ്റെ ആൻസർ ഡേവിസൺ ആൻഡ് ജെർമൻ പരീക്ഷണം വഴി ഇലക്ട്രോണിൻ്റെ ആണ് വേവ് നേച്ചർ കണ്ടുപിടിക്കപ്പെട്ടത്. ഓക്കെ, വേവ് നേച്ചർ, ഇലക്ട്രോണിന് ഒരു വേവ് നേച്ചർ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത് അല്ലെങ്കിൽ ഉറപ്പിച്ചത് ഡേവിസൺ ആൻഡ് ജെർമൻ പരീക്ഷണം വഴിയാണ്. അപ്പോൾ ആ പരീക്ഷണം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ നീണ്ടമായിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻസുകളും അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. സോ ഇലക്ട്രോൺ ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ടിക്കിളിന്റെ മാസ് കുറയും തോറും ഡി ബ്രോഗ്ലി തരംഗ ദൈർഘ്യം, പാർട്ടിക്കിളിന്റെ മാസ് കുറയും തോറും ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി തരംഗ ദൈർഘ്യം എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻ എ കുറയുന്നു, ഓപ്ഷൻ ബി വ്യത്യാസപ്പെടുന്നില്ല, ഓപ്ഷൻ സി കുറഞ്ഞിട്ട് കൂടുന്നു ആൻഡ് ഓപ്ഷൻ ഡി കൂടുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മാസും ഡി ബ്രോഗ്ലി വേവ് ലെങ്തും അല്ലെങ്കിൽ മാസും ഡി ബ്രോഗ്ലി തരംഗ ദൈർഘ്യവും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. അതിൽ നിന്നാണ് മാസ് കൂടുമ്പോൾ തരംഗ ദൈർഘ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു h/mv ആണ്. ഓക്കെ, ലാംഡ ഇസ് ഈക്വൽ ടു h/mv. ലാംഡ എന്ന് പറഞ്ഞാൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് ലാംഡ. h/mv. ഇവിടെ h എന്ന് പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. m എന്ന് പറയുന്നത് മാസ് ആണ്. v എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. സോ ഈ റിലേഷൻ മറക്കരുത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്തും മാസും തമ്മിലുള്ള റിലേഷൻ ആണ് ലാംഡ ഇസ് ഈക്വൽ ടു h/mv. ലാംഡ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, m മാസ് ആൻഡ് v വെലോസിറ്റി. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ലാംഡ എന്ന് പറയുന്നത് മാസുമായിട്ട് എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ് അല്ലേ? രണ്ട് ലാംഡ, ദെൻ ന്യൂമറേറ്ററിലും മാസ് എവിടെയാണ്? ഡിനോമിനേറ്ററിലുമാണ്. സോ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ് റിലേഷൻ ടു മാസ് അല്ലേ? അപ്പോഴെന്താണ്? പാർട്ടിക്കിളിന്റെ മാസ് കുറയും തോറും ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന് സംഭവിക്കും. മാസ് കുറയും തോറും ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓപ്പോസിറ്റ് റിലേഷൻ ആണ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ ഡെഫിനറ്റ്ലി മാസ് കുറയും തോറും ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കൂടുന്നു. ഓക്കെ, തിരിച്ചു പറയാം. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കുറയും തോറും മാസ് കൂടാം. ബിക്കോസ് ദേ ആർ ഇൻവേഴ്സ് റിലേഷൻ, ഇൻവേഴ്സ്ലി റിലേറ്റഡ്. Okay, so lambda is equal to h/mv. Lambda is inversely proportional to the mass.
ക്ലിയർ ആണല്ലോ. സോ പാർട്ടിക്കിളിന്റെ മാസ് കുറയും തോറും ഡി ബ്രോഗ്ലി തരംഗ ദൈർഘ്യം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓപ്ഷൻ ഡി ആണ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്ലാങ്ക് സ്ഥിരാങ്കത്തിന്റെ മൂല്യം ഡാഷ് ആണ്. പ്ലാങ്ക് സ്ഥിരാങ്കം മീൻസ് ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. സിംബൽ ഈസ് എച്ച്. ഓക്കെ, നമ്മളിപ്പം തൊട്ട് മുമ്പ് എന്താണ് ഡി ബ്രോഗ്ലി റിലേഷനിൽ പറഞ്ഞതേ ഉള്ളൂ, ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി, വേർ എച്ച് ഇസ് ദി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അവിടെ എച്ച് എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, എച്ചിന്റെ വാല്യൂ ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓപ്ഷൻ എ 6.625 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്, 6.625 ഇൻറ്റു 10⁻⁻34 ജൂൾ പെർ സെക്കൻഡ്. ഇത് രണ്ടും സെയിം വാല്യൂസ് ആണ്, ബട്ട് ഹിയർ ദ യൂണിറ്റ് ഈസ് ജൂൾ സെക്കൻഡ് ആൻഡ് ദെയർ ജൂൾ പെർ സെക്കൻഡ്. Third one, 6.625 into 10⁻⁻34 joule per Kelvin. And last one, 6.625 into 10⁻⁻34 joule Kelvin. Okay, അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് പറയാം. ശ്രദ്ധിക്കുക, പ്ലാങ്ക് സ്ഥിരാങ്കത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് the value of h അല്ലെങ്കിൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് is 6.625 into 10⁻⁻34 ജൂൾ സെക്കൻഡ്. ഓപ്ഷൻ വളരെ കണ്ണിങ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം, കാരണം ഓപ്ഷൻ എയിൽ 6.625 into 10⁻⁻34 എല്ലാം സെയിം ആണ്, ബട്ട് യൂണിറ്റിലുള്ള ഒരു ചെറിയ മാറ്റമാണ്. ഹിയർ ജൂൾ സെക്കൻഡ്, there joule per second. Okay, but Planck's constant value in joule second. So 6.625 into 10⁻⁻34 joule second ആണ് Planck's constant അല്ലെങ്കിൽ Planck സ്ഥിരാങ്കത്തിന്റെ വാല്യൂ. മറക്കരുത്, ബൈ ഹേർട്ട് ആക്കി വെച്ചിരിക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴെല്ലാം എച്ചിന്റെ വാല്യൂ വേണ്ടി വരും. സോ ദ വാല്യൂ ഓഫ് Planck's constant is 6.625 into 10⁻⁻34 joule second. Okay, then one more thing, ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ വരാം. ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഇൻ SI യൂണിറ്റ്, അതും കൂടി വരാം. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതുകൂടി ഓർമ്മിപ്പിക്കുന്നു. എന്താണ് SI യൂണിറ്റ് ഓഫ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. സോ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് 8.3124. യൂണിറ്റ് ശ്രദ്ധിക്കുക, ജൂൾ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1. ഇതാണ് യൂണിറ്റ്. ഓക്കെ, ദ SI യൂണിറ്റ് ഓഫ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 8.3124 ജൂൾ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ SI യൂണിറ്റ് ആണ് വരുന്നതെങ്കിൽ വളരെ ശ്രദ്ധിക്കുക, ഇവിടെ യൂണിറ്റ് ആണ് പ്രധാനം. ജൂൾ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1 ആണ്. ഡെഫിനറ്റ്ലി ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ സി ഈ ആൻസർ ഉണ്ടായിരിക്കും. ദെൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ജൂൾ പെർ കെൽവിൻ മോൾ എന്ന് മാത്രം കാണാം, അല്ലെങ്കിൽ യൂണിറ്റുകൾ ചെറിയ വേരിയേഷൻ വരുത്തിയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. സോ ശ്രദ്ധിക്കുക, SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 8.3124 ജൂൾ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1 ആയിരിക്കും ആൻസർ. ഓക്കെ, സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് പ്ലാങ്ക് സ്ഥിരാങ്കത്തിന്റെ മൂല്യം ഡാഷ് ആണ്. സോ ഓൾറെഡി നമ്മൾ പഠിച്ചു 6.625 into 10⁻⁻34 ജൂൾ സെക്കൻഡ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ഫോട്ടോണിനും ഇലക്ട്രോണിനും ഒരേ ഡി ബ്രോഗ്ലി തരംഗ ദൈർഘ്യമാണ്, എന്നാൽ ആകെ ഊർജം. ചോദ്യം ഒരു ഫോട്ടോണിനും ഒരു ഇലക്ട്രോണിനുമാണ്. ഒരു ഫോട്ടോണിനും ഒരു ഇലക്ട്രോണിനും ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് സെയിം ആണെങ്കിൽ അതിൻ്റെ ഊർജം എനർജി എന്തായിരിക്കും? അതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇലക്ട്രോണിന്
ഫോട്ടോണിനേക്കാൾ കൂടുതലായിരിക്കും. ഓപ്ഷൻ ബി, ഇലക്ട്രോണിന് ഫോട്ടോണിനേക്കാൾ കുറവായിരിക്കും. ഓപ്ഷൻ സി, ഇലക്ട്രോണിനും ഫോട്ടോണിനും തുല്യമായിരിക്കും. ഓപ്ഷൻ ഡി, കണക്കാക്കാൻ പറ്റില്ല. നോക്കാം. ചോദ്യം ഫോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയുമാണ്. ഇത് നമുക്ക് പ്രാക്ടിക്കലി പ്രൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കറിയാം പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അത് കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് കൂടുതൽ എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എനർജി ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. E ഈസ് ഈക്വൽ ടു mc സ്ക്വയർ. E ഈസ് ഈക്വൽ ടു mc സ്ക്വയർ ആണെന്ത് ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ദെൻ നമുക്കൊരു കാര്യം കൂടി അറിയാം. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? h/mv ആണ്. ശരിയല്ലേ? h/mv ആണ്. ഇവിടെ എമ്മിന് പകരം നമുക്ക് ഈ വാല്യൂ ഇട്ട് കൊടുത്തൂടെ? ഓക്കെ, സോ നമുക്ക് എഴുതാം. എം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എം ഈസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് എം കണ്ടുപിടിക്കുകയാണെങ്കിൽ എം ഈസ് ഈക്വൽ ടു h/λv എന്ന് വരും. ശ്രദ്ധിക്കുക, ലാംഡ എന്ന് പറയുന്നത് h/mv ആണ്. ഹിയർ എം എന്ന് പറയുന്നത് ലാംഡ എം വി ഈസ് ഈക്വൽ ടു h. സോ എം ഈസ് ഈക്വൽ ടു h/λv. ഓക്കെ, ഇനി ഈ വാല്യൂ നമുക്ക് ഈ എമ്മിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ? സോ വി വിൽ ഗെറ്റ് എന്ത് കിട്ടും? എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് h സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇത് h ആണ്, h സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ വി. കിട്ടിയല്ലോ? ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ h സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ വി ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, എനർജി ഓഫ് ഫോട്ടോൺ, ഇത് ഫോട്ടോണിനും ഇലക്ട്രോണിൻ്റെ ആണല്ലോ. അപ്പം എനർജി ഓഫ് ഫോട്ടോണിൻ്റെ കണ്ടുപിടിക്കാം. ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് EP, എനർജി ഓഫ് പ്രോട്ടോൺ. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ബൈ യൂസിങ് ഇക്വേഷൻ h/nu. ഫോട്ടോണിൻ്റെ എനർജി ഈസ് ഈക്വൽ ടു h/nu ആണ്. ഓക്കെ, ഇതിനകത്തുനിന്നും നമുക്ക് കണ്ടുപിടിക്കാം. ന്യൂ എന്ന് പറയുന്നത് c/λ ആണ്. ന്യൂ എന്ന് പറയുന്നത് എന്താണ്? c/λ ആണ്. സോ വി ക്യാൻ റൈറ്റ് ആസ് E ഈസ് ഈക്വൽ ടു hc/λ. ഇനി ഇത് രണ്ടും കൂടെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് കമ്പയർ ചെയ്യാം നമുക്ക്. എനർജി ഓഫ് ഇലക്ട്രോൺ ഡിവൈഡ് ബൈ എനർജി ഓഫ് പ്രോട്ടോൺ. എനർജി ഓഫ് ഇലക്ട്രോൺ ഡിവൈഡ് ബൈ എനർജി ഓഫ് പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ ഇതല്ലേ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ നമ്പർ 1, h സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ വി ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് ഇവിടെ hc ഡിവൈഡ് ബൈ ലാംഡ. ഓക്കെ, ലാംഡയും എച്ചും കട്ട് ചെയ്ത് ഒരു സിയോടെ കട്ട് ചെയ്ത് നമുക്ക് ഫൈനലി കിട്ടും c/nu. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താണ്? E ഡിവൈഡ് ബൈ EP എന്ന് പറയുന്നത് എന്താണ്? c/nu എന്ന് കിട്ടും. ഓക്കെ, c/nu. c എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, ന്യൂ എന്ന് പറയുന്നത് അറിയാമല്ലോ. സോ c എന്ന് പറയുന്ന വാല്യൂ വളരെ കൂടുതലാണെന്ന് അറിയാം അല്ലേ? സോ നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, c ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂ. സോ എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ എനർജി ഓഫ് പ്രോട്ടോൺ. ഇങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലി പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എങ്ങനെയാണ് വന്ന വഴി തിയററ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ. സോ എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു mc സ്ക്വയർ. എനർജി ഓഫ് ഫോട്ടോൺ E ഈസ് ഈക്വൽ ടു h/nu. ദെൻ ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, m മാസ്, v വെലോസിറ്റി. ദെൻ ഈ ഇക്വേഷൻ ഇതിലെ എമ്മിൻ്റെ വാല്യൂ എന്ന് h/λv ആണ്, ലാംഡ ന്യൂ ആണ്. സോ ഇത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ദെൻ c/v. ഓക്കെ, ദെൻ എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് h/nu ആണ്, hc/λ എന്ന് എഴുതാം. സോ നമുക്ക് രണ്ടെല്ലാം കട്ട് ചെയ്ത് c/λ
V എന്ന് എഴുതാം. Okay, then we will get C by V. Electron, energy of electron is greater than energy of proton. അപ്പോൾ ഇത് ഇത്രയും ഇത് എന്താണ് തിയററ്റിക്കലി ഇത് എങ്ങനെയാണ് വന്നതെന്നാണ് പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് ഒരു ഫോട്ടോണും ഇലക്ട്രോണും ഒരേ ഡി ബ്രോഗ്ലി തരംഗ ദൈർഘ്യമാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എന്താണ് സംഭവിക്കുന്നത്? എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ എനർജി ഓഫ് പ്രോട്ടോൺ. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ, ഇലക്ട്രോണിന് ഫോട്ടോണിനേക്കാൾ എനർജി കൂടുതലായിരിക്കും. ഓക്കെ, സോ ഫോട്ടോണിനും ഇലക്ട്രോണിനും ഒരേ ഡി ബ്രോഗ്ലി തരംഗ ദൈർഘ്യമാണ് എങ്കിൽ ഇലക്ട്രോണിന് ഫോട്ടോണിനേക്കാൾ ഊർജം അല്ലെങ്കിൽ എനർജി കൂടുതലായിരിക്കും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇലക്ട്രോണിന് ഫോട്ടോണിനേക്കാൾ കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോഡിയത്തിൻ്റെയും കോപ്പറിൻ്റെയും വർക്ക് ഫംഗ്ഷൻ യഥാക്രമം 2.3 ഇലക്ട്രോൺ വോൾട്ടും 4.5 ഇലക്ട്രോൺ വോൾട്ടുമാണ് എങ്കിൽ അവയുടെ തരംഗ ദൈർഘ്യത്തിൻ്റെ അനുപാതം ഏകദേശം ഡാഷ് ആയിരിക്കും. ഓക്കെ, ചോദ്യം സോഡിയത്തിൻ്റെയും കോപ്പറിൻ്റെയും വർക്ക് ഫംഗ്ഷൻ യഥാക്രമം 2.3യും 4.5 ഇലക്ട്രോൺ വോൾട്ടുമാണ് എങ്കിൽ അവയുടെ തരംഗ ദൈർഘ്യത്തിൻ്റെ അനുപാതം ഏകദേശം ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ എ 4:1, ഓപ്ഷൻ ബി 1:2, ഓപ്ഷൻ സി 1:1, ഓപ്ഷൻ ഡി 2:1. ഓക്കെ, അപ്പം നമുക്കിത് പ്രൂവ് ചെയ്യാം. സോഡിയത്തിൻ്റെയും കോപ്പറിൻ്റെയും വർക്ക് ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷൻ W is equal to hc by lambda. വർക്ക് ഫംഗ്ഷൻ W is equal to hc by lambda. H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. സോ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് ഓർത്ത് പറഞ്ഞേ. ടെൽ മീ. യെസ്, 6.625 ജൂൾ സെക്കൻഡ്. സോ യൂണിറ്റ് വളരെ ശ്രദ്ധിച്ചിരിക്കുക, ജൂൾ സെക്കൻഡ് ആണ്. ഓക്കെ, ദെൻ H is equal to പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അതുപോലെ സി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, സോ W is equal to hc divided by lambda. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, വർക്ക് ഫംഗ്ഷൻ ഓഫ് Na is equal to വർക്ക് ഫംഗ്ഷൻ കോപ്പറിൻ്റെ Na, സോഡിയത്തിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. യഥാക്രമം തന്നിട്ടുണ്ട്. നമുക്കറിയാം വർക്ക് ഫംഗ്ഷനും ലാംഡ തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. ദാറ്റ് ഈസ് വൈ വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ hc divided by lambda. So work function inversely related to the lambda. Okay, so work function of sodium divided by work function of copper എന്ന് പറയുന്നത് lambda of Cu divided by lambda of Na. ഇൻവേഴ്സ് റിലേഷൻ ആണ്, ഓർക്കുക. വർക്ക് ഫംഗ്ഷൻ ഓഫ് സോഡിയം ഡിവൈഡ് ബൈ വർക്ക് ഫംഗ്ഷൻ ഓഫ് കോപ്പർ എന്ന് പറയുന്നത് lambda of Cu divided by lambda of Na. So we can write work function of copper divided by work function of Na എന്ന് പറയുന്നത് 4.5 divided by 2.3 approximately equal to 2. Okay, and approximately is equal to 2. So the ratio is become 2:1. ഓക്കെ, ചോദ്യം കോപ്പറിൻ്റെയും സോഡിയത്തിൻ്റെയും വർക്ക് ഫംഗ്ഷൻ യഥാക്രമം 2.3 ആൻഡ് 4.5 ആണെങ്കിൽ അവിടെ തരംഗ ദൈർഘ്യത്തിൻ്റെ റേഷ്യോ എന്തായിരിക്കുന്നതാണ്. സോ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് സിമ്പിളാണ്, ഓപ്പോസിറ്റ് ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇൻവേഴ്സ് റിലേഷൻ ആകുമ്പോൾ 2:1 ആണ് വരുന്നത്, 1:2 അല്ല വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് വൺ. ഓപ്ഷൻ ഡി 2:1 ഈസ് ദ റൈറ്റ്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ഹൈഡ്രജന്റെ അയണൈസേഷൻ ഊർജം ഡാഷ് ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും.
ചോദ്യം അയണൈസേഷൻ എനർജിയാണ്, അയണൈസേഷൻ ഊർജം. ഓക്കെ, ഓപ്ഷൻ എ 16.3, ഓപ്ഷൻ സി 19.6, ഓപ്ഷൻ ബി 13.6, ഓപ്ഷൻ ഡി 19.3. അപ്പോൾ അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആണ് ചോദ്യം. അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ, IE എന്ന് റെപ്രസെന്റ് ചെയ്യാം അയണൈസേഷൻ എനർജി. സോ എന്താണ് അയണൈസേഷൻ എനർജി എന്ന് ആദ്യം അറിയുക. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് നമുക്ക് സിംപ്ലി പറയാറുണ്ട്. ഓക്കെ, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ കളയുവാനുള്ള അല്ലെങ്കിൽ നീക്കം ചെയ്യാനുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജി വിളിക്കുന്ന പേരാണ് എന്ത്? അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ 118 എലമെന്റ്സ് ഉണ്ട്. 118 എലമെന്റ്സ് ആർ ദെയർ. ഓക്കെ, സോ അവയെ വിവിധ ഗ്രൂപ്പുകളിലായിട്ടും വിവിധ പീരീഡുകളിലായിട്ടുമാണ് എന്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. 7 പീരീഡും 18 ഗ്രൂപ്പുകളുമാണുള്ളത്. ഓക്കെ, നമുക്കറിയാം ഓരോ പീരീഡിലും താഴേക്ക് വരും തോറും ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ബിക്കോസ് ഷെല്ലുകളുടെ നമ്പർ കൂടുന്നുണ്ട്. ഓക്കെ, സോ സൈസ് കൂടും തോറും അയണൈസേഷൻ എനർജി എന്ത് ചെയ്യുന്നറിയാമോ? കുറയും. ഓക്കെ, സൈസ് കൂടുന്തോറും അയണൈസേഷൻ എനർജി കുറയും. കാരണം എന്താ? ആറ്റത്തിൻ്റെ സൈസ് കൂടി വരിക, ന്യൂക്ലിയസിൻ്റെ അത്രയും പവർ കുറഞ്ഞു വരിക അല്ലേ? അപ്പോൾ വളരെ ഈസി ആയിട്ട് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എടുത്ത് കളയാൻ സാധിക്കും. അതിന് ഒരുപാട് ഊർജ്ജം വേണോ? വേണ്ട. എന്നാൽ സൈസ് വളരെ കുറവാണെങ്കിൽ ന്യൂക്ലിയസ് വളരെ അട്രാക്ട് ചെയ്ത് ഇലക്ട്രോൺസിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അത്രത്തോളം എനർജി യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരെണ്ണത്തെ എന്ത് ചെയ്യാൻ പറ്റൂ? നീക്കം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. സോ എലോങ് എ ഗ്രൂപ്പ് ദ അയണൈസേഷൻ എനർജി ഡിക്രീസസ്. ഓക്കെ, സൈസ് കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചും അയണൈസേഷൻ എനർജിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ഓർത്ത് വെച്ചിരിക്കാം. ദെൻ അതേപോലെ സ്റ്റെബിലിറ്റി അയണൈസേഷൻ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി അല്ലേ? അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർമോസ്റ്റ് ഷെല്ലാണ് എന്ത്? അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അയണൈസേഷൻ എനർജിയുടെ വാല്യൂ എത്രയാണ്? എത്ര ഇലക്ട്രോൺ വോൾട്ട് ആണെന്നാണ് ചോദ്യം. സോ മറന്നു പോകരുത്, ഹൈഡ്രജൻ്റെ അയണൈസേഷൻ എനർജിയുടെ വാല്യൂ 13.6 ആണ്. The ionization energy of hydrogen is 13.6 electron volt ആണ്. So the option B is the right one. Okay, so hydrogen ionization ഊർജ്ജം is equal to 13.6 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്. Next question. ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോണിന് സ്ഥിര സംതുലനാവസ്ഥ കൈവരിക്കുന്നത് ഡാഷ് ആറ്റം മോഡൽ പ്രകാരമാണ്. ചോദ്യം, ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോണിന് സ്ഥിര സംതുലനാവസ്ഥ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നൊക്കെ പറയാം നമുക്ക്, കൈവരിക്കുന്നത് ഏത് ആറ്റം മോഡൽ പ്രകാരമാണ്? ഓപ്ഷൻ എ തോംസൺ ആറ്റം മോഡൽ, ഓപ്ഷൻ ബി ബോർ ആറ്റം മോഡൽ, ഓപ്ഷൻ സി ഹൈഗൻസ് ആറ്റം മോഡൽ ആൻഡ് ഓപ്ഷൻ ഡി റൂദർഫോർഡ് ആറ്റം മോഡൽ. ഓക്കെ, അപ്പം ആറ്റം മോഡലിനെ കുറിച്ച് വളരെ വിശദമായിട്ട് +2 സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഒരുപാട് ആറ്റംസ് മോഡലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. റൂദർഫോർഡ് ആറ്റം മോഡൽ, ബോർ ആറ്റം മോഡൽ, ജെ തോംസൺ ആറ്റം മോഡൽ, ഇങ്ങനെ ഒരുപാട് ആറ്റത്തിനെ കുറിച്ചും അതിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചും ഒക്കെ +2 രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒന്നാണ് ജെ തോംസണിൻ്റെ വളരെ പ്രശസ്തമായ പ്ലം പുഡിംഗ് മോഡൽ. ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നായിരിക്കും ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ. ഓക്കെ, മറ്റൊരു പേരുണ്ട്, ചിലപ്പം പ്ലം പുഡിംഗ് കേട്ടിട്ടില്ലാത്തൊരു വാട്ടർമെലൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മറ്റൊരു ആറ്റം മോഡലിന് മറ്റൊരു പേരാണ് വാട്ടർമെലൻ.
അതും കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റൈസിൻ പുഡിംഗ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ 3 പേരുകളിലാണ് ജെ തോംസണിന്റെ ആറ്റം മോഡൽ പ്രശസ്തമായിരിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ ആറ്റം മോഡലിൽ പറഞ്ഞത് ആറ്റത്തിന്റെ ആറ്റം പോസസ് എ സ്പെറിക്കൽ ഷേപ്പ്. ആറ്റത്തിന് എന്താണ്? ഒരു സ്പെറിക്കൽ ഷേപ്പാണ്, ലൈക്ക് വാട്ടർമെലൻ. ഓക്കെ, വാട്ടർമെലനകത്ത് എങ്ങനെയാണ് ആ ബ്ലാക്ക് സീഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ആറ്റത്തിൻ്റെ അവിടെ ഇവിടെയും എല്ലാമായിട്ട് എൻ്റെ ബ്ലാക്ക് സീഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും വാട്ടർമെലൻ്റെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡലിൽ പറയുന്നു, an atom possesses a spherical shape in which positive charge is uniformly distributed and the electrons are embedded into it. Okay, പോസിറ്റീവ്ലി ചാർജ്ഡ് എന്താണ്? ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, ആൻഡ് ഇലക്ട്രോൺസ് എന്താണ്? ഇതിനകത്ത് എംബഡഡ് ചെയ്തിട്ടിരിക്കുകയാണ്. Okay, so in such a manner that give as to a stable arrangement എന്നാ പറയുന്നത്. അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക ആയതുകൊണ്ട് ഇതെന്താണ്? ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ അറേഞ്ച്മെന്റ് ആണ് എന്നാണ് പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൻ മോഡൽ ആര് പറയുന്നത്? തോംസൺ പറയുന്നത്. സോ വാട്ടർമെലൻ പേര് വന്നത് തന്നെ എങ്ങനെയാണ്? ഓക്കെ, അതിൻ്റെ ഷേപ്പും അതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിൽ പറയുന്നത്. ഓക്കെ, സോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ട് അതിനെന്താണ്? സ്റ്റേബിൾ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം അത് അറ്റൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് ജെ തോംസൺ തൻ്റെ ആറ്റം മോഡൽ വഴി പറയുന്നത്. ദെൻ ബോർ ആറ്റം മോഡൽ വന്നു. ബോർ ആറ്റം മോഡൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാം ബോർ ആറ്റം മോഡൽ വരയ്ക്കാൻ അല്ല, ഞാൻ തൊട്ട് മുമ്പ് ന്യൂക്ലിയസും പ്രോട്ടോണും ന്യൂട്രോണും ഷെല്ലുകളിലായിട്ട് KLMNO ഇതെല്ലാം പറഞ്ഞിരിക്കുന്നു. വളരെ വിശദമായിട്ട് ബോർ ആറ്റം മോഡൽ വന്നിട്ടുണ്ട്. ദെൻ റൂദർഫോർഡ് ആറ്റം മോഡൽ. റൂദർഫോർഡ് ആറ്റം മോഡൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ്. റൂദർഫോർഡ് ആറ്റം മോഡലിന് ഒരുപാട് മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടായിരുന്നു അല്ലേ? ഇതെല്ലാം കൃത്യമായിട്ട് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോണിന് സ്ഥിര സന്തുലനാവസ്ഥ കൈവരിക്കുന്നത് ഡാഷ് മോഡൽ പ്രകാരമാണ്. ഇറ്റ് ഈസ് തോംസൺ ആറ്റം മോഡൽ അല്ലെങ്കിൽ ജെ തോംസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജെ തോംസൺ ആറ്റം മോഡൽ എന്നും പറയാറുണ്ട്. Okay, so the right answer is option A, Thomson atom model. Next ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആറ്റത്തിൻ്റെ സൈസ് ഏകദേശം ഡാഷ് ആയിരിക്കും. ആറ്റത്തിൻ്റെ സൈസ് ഏകദേശം ഡാഷ് ആയിരിക്കും. സൈസ് ഓഫ് ആറ്റം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഓപ്ഷൻ എ 10⁻15 മീറ്റർ, ഓപ്ഷൻ ബി 10⁻9 മീറ്റർ, ഓപ്ഷൻ സി 10⁻12 മീറ്റർ, ഓപ്ഷൻ ഡി 10⁻10 മീറ്റർ. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന 2 പോയിന്റ്. ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദി സൈസ് ഓഫ് ആൻ ആറ്റം. ദി സൈസ് ഓഫ് ആൻ ആറ്റം approximately equal to അറിയാമോ? 10 raised to, tell me, anybody? Nobody. 10 raised to -10 meter ആണ് in meter. Okay, so ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10 raised to -10 meter ആണ്. ഒരു പോയിന്റ് കൂടി ഓർത്ത് വെച്ചിരിക്കാം. സൈസ് ഓഫ് ന്യൂക്ലിയസ് size of nucleus is approximately equal to, ശ്രദ്ധിക്കുക, 10⁻10 മീറ്റർ ആണ് ആറ്റത്തിൻ്റെ സൈസ്. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ സൈസ് നമുക്കറിയാം ആറ്റത്തിനുള്ളിലാണ് ന്യൂക്ലിയസ്. സോ ഡെഫിനറ്റ്ലി ആറ്റത്തേക്കാൾ സൈസ് എന്തായിരിക്കും? കുറവായിരിക്കും. സോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10⁻15 മീറ്റർ. സോ ആറ്റത്തിൻ്റെ സൈസ് അപ്രോക്സിമേറ്റ്ലി 10⁻10 മീറ്റർ. ന്യൂക്ലിയസിൻ്റെ സൈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10⁻15 മീറ്റർ. സോ ആറ്റത്തിൻ്റെ സൈസ് ഏകദേശം ഡാഷ് ആയിരിക്കും. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 10⁻10 മീറ്റർ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക ഭാരം
പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം ഓപ്ഷൻ എ, ആറ്റത്തിൽ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഉണ്ട്. ഓപ്ഷൻ ബി, മൂലകങ്ങൾക്ക് അലോട്രോപ്പുകളുണ്ട്. ഓപ്ഷൻ സി, ആറ്റങ്ങളെ വീണ്ടും വിഭജിക്കാം. ഓപ്ഷൻ ഡി, മൂലകങ്ങൾക്ക് ഐസോടോപ്പുകൾ ഉണ്ട്. സോ ഒരു മൂലകത്തിന്റെ അറ്റോമിക ഭാരം, ദാറ്റ് മീൻസ് അറ്റോമിക് മാസ്, അറ്റോമിക് മാസ് അല്ലെങ്കിൽ അറ്റോമിക് വെയിറ്റ്. ഓക്കെ, സോ അറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല, ഹോൾ നമ്പർ ആകണമെന്നില്ല. കാരണം എന്താണ്? അതാണ് ചോദ്യം. സോ അറ്റോമിക് നമ്പറും അറ്റോമിക് മാസും, അറ്റോമിക് നമ്പറും അറ്റോമിക് മാസ് അല്ല, അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഇസ് ഹോൾ നമ്പർ. ബട്ട് അറ്റോമിക് വെയിറ്റ് ഓർ അറ്റോമിക് മാസ് ഇസ് നോട്ട് എ ഹോൾ നമ്പർ ആൾവേസ്. എന്താണ് കാരണം? ഓക്കെ, സിമ്പിൾ ആണ്. അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറ്റോമിക് മാസ് അല്ലെങ്കിൽ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ വെയ്റ്റഡ് ആവറേജ് മാസ് ഓഫ് ദി ഐസോടോപ്സ് ഓഫ് ദി ദാറ്റ് സ്പെസിഫിക് എലമെന്റ്. ഓക്കെ, അതായത് ഐസോടോപ്പുകളുടെ എല്ലാത്തിനും കൂടി ആവറേജ് വെയിറ്റ് ആണ് എന്ന് പറയുന്നത് എന്ത്? അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. സോ അറ്റോമിക് മാസ് ഈസ് ദി, അപ്പോൾ ശ്രദ്ധിക്കുക, അറ്റോമിക് മാസ് ഈസ് ദി, ആ പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. അറ്റോമിക് മാസ്, ഇറ്റ്സ് എ വെയ്റ്റ് average mass of the isotopes of the that specific element. എന്താണ് അറ്റോമിക് മാസ്? ഇറ്റ്സ് ദ വെയ്റ്റഡ് ആവറേജ് മാസ് ഓഫ് ദി ഐസോടോപ്സ് ഓഫ് ദാറ്റ് സ്പെസിഫിക് എലമെന്റ്. ഓക്കെ, സോ അപ്പോൾ ആദ്യം എന്താണെന്ന്, ഐസോടോപ്പ് എന്താണെന്ന് അറിയുക. വാട്ട് യു മീൻ ബൈ ഐസോടോപ്പ്? സിമ്പിളാണ്. ഐസോടോപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടുന്നതാണ്. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യവുമാണ് ഐസോടോപ്പ് എന്താണ്. What do you mean by isotope? So already നമ്മൾ 10ാം ക്ലാസ്സിലും +2നും ഒക്കെ ഓൾറെഡി കേട്ടിട്ടുള്ള ഒന്നാണ് ഐസോടോപ്പ്. ശ്രദ്ധിക്കുക, ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റംസ് വിത്ത്, ഉറപ്പായിട്ടും ഇതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം, അതുകൊണ്ടാണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ഐസോടോപ്പ് എന്താണ്. സോ ആറ്റംസ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. നമുക്ക് ഒരുപാട് എലമെന്റ്സിന് ഐസോടോപ്സ് ഉണ്ടെന്നറിയാം. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണുള്ളത് അല്ലേ? ഫസ്റ്റ് വൺ പ്രോട്ടിയം, സെക്കൻഡ് വൺ ഡ്യൂട്ടീരിയം, തേർഡ് വൺ ട്രിഷ്യം അല്ലേ? അപ്പോൾ അതിൻ്റെ സിമ്പിൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ പ്രോട്ടിയം, ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. ഓക്കെ, എല്ലാത്തിൻ്റെയും അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. സെയിം അറ്റോമിക് നമ്പർ ഈസ് സെയിം ബട്ട് ദ മാസ് നമ്പർ ഈസ് ഡിഫറെൻറ്റ്. സോ ഇൻ കേസ് ഓഫ് പ്രോട്ടിയം, പ്രോട്ടിയത്തിൻ്റെ മാസ് നമ്പർ 1 ആണ്. രണ്ടാമത് ഏതാണ്? ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയത്തിൻ്റെ മാസ് നമ്പർ 2 ആണ്. മൂന്നാമത് ഏതാണ്? ട്രിഷ്യം. ട്രിഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? സോറി, മാസ് നമ്പർ എത്രയാണ്? 3 ആണ്. സോ ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. എന്താണ്? സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബണിൻ്റെ ഐസോടോപ്പുകൾ. ഐസോടോപ്സ് ഓഫ് കാർബൺ. കാർബൺ എല്ലാത്തിൻ്റെയും അറ്റോമിക് നമ്പർ 6 ആണ്
but atomic mass 12, 13, 14. ഇങ്ങനെയുള്ള ഐസോട്ടോപ്പുകൾ കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇതാണ് കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ. സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. വേറെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ 17, atomic number mass number 35 ഉണ്ട്, 37 ഉണ്ട്. These are the two important isotopes of chlorine. Okay, so isotopes എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഓർത്തു വെച്ചിരിക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു എക്സാമ്പിൾ, മറ്റൊരു ടോപ്പിക്കാണ് ഐസോടോപ്പിക്. എന്താണെന്ന് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഐസോടോപ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി പറയാൻ പോകുന്നത് എന്താണ്? ഐസോബാർ എന്താണെന്നാണ്. ഓക്കെ, ഐസോബാർ ശ്രദ്ധിക്കുക. ഐസോബാർ എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ഉള്ളവരെ നമ്മൾ ഐസോടോപ്പ് എന്ന് വിളിച്ചപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഐസോബാർ എന്ന് പറഞ്ഞാൽ ഐസോബാർ എന്ന് പറഞ്ഞാൽ ആറ്റംസ് വിത്ത് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. ഇവ നേരെ ഓപ്പോസിറ്റ് ആണ്. Atoms with the same mass number but different atomic number. Okay, same mass number ആണ് but different atomic number ആണ്. ഐസോടോപ്പ്, ഐസോബാർ. ഐസോബാറിന് എക്സാമ്പിൾ പറയാമോ? ഐസോബാറിന് ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിളാണ് ഇപ്പം C614, N147. ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്? അറ്റോമിക് നമ്പർ എന്താണ്? വ്യത്യസ്തമാണ്. കാർബണിൻ്റെ 6ഉം നൈട്രജൻ്റെ 7ഉമാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള അറ്റോമിക് നമ്പറാണ്. ബട്ട് ശ്രദ്ധിക്കൂ, മാസ് നമ്പറോ സെയിം ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഐസോബാർ. അപ്പം ഐസോടോപ്പ് എന്താണെന്ന് പഠിച്ചു, ഐസോബാർ എന്താണെന്ന് പഠിച്ചു. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഐസോബാർ എന്ന് പറഞ്ഞാലോ ആറ്റംസ് വിത്ത് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. സോ യു മസ്റ്റ് സ്റ്റഡി സം എക്സാമ്പിൾസ് ഫോർ ഈച്ച്. ഓക്കെ, ഐസോടോപ്പിന് 1-2 എക്സാമ്പിൾ, ഐസോബാറിന് 2 എക്സാമ്പിൾ വീതം പഠിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലായിരിക്കും. സോ ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് ഭാരം എന്ന് പറഞ്ഞാൽ, അറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് വെയ്റ്റഡ് ദ ആവറേജ് മാസ് ഓഫ് ദി ഐസോടോപ്പ് ഓഫ് ദാറ്റ് സ്പെസിഫിക് എലമെൻറ്റ് അല്ലേ? അതുകൊണ്ട് ഐസോടോപ്പിൻ്റെ വാല്യൂ എടുത്തുകൊണ്ടാണ് എന്താണ് ഒരു പൂർണ്ണസംഖ്യ ആകാത്തത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഒരു മൂലകത്തിൻ്റെ അറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം ആറ്റത്തിൽ എന്താണ്? മൂലകങ്ങൾക്ക് ഐസോടോപ്പുകൾ ഉണ്ട്. മൂലകങ്ങൾക്ക് എന്തുണ്ട്? ഐസോടോപ്പുകൾ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ അറ്റോമിക് മാസ് എന്താണ്? പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ ഹോൾ നമ്പർ ആകാത്തത്. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. NaCl ക്രിസ്റ്റൽ MgCl2ൽ ഡോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതാണ്? ഓപ്ഷൻ എ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്, ഓപ്ഷൻ ബി ഷോട്ട്കി ഡിഫക്റ്റ്, ഓപ്ഷൻ സി ഫ്രങ്കൽ ഡിഫക്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ചോദ്യം, NaCl ക്രിസ്റ്റൽ MgCl2ൽ മഗ്നീഷ്യം ക്ലോറൈഡിൽ ഡോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, ആദ്യം ഡിഫക്റ്റുകളെ കുറിച്ച് നമുക്കൊന്ന് ആധികാരികമായിട്ട് പഠിക്കാം. സോ ഡിഫക്റ്റിനകത്ത് വരും 2 തരത്തിലുള്ള ഡിഫക്റ്റ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ, ഡിഫക്ട്സ് പ്രധാനമായിട്ടും 2 തരത്തിലാണ്. ഒന്ന് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, 2 നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഒന്ന് എന്താണ്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. രണ്ടെന്താണ്?
നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അപ്പോൾ ഡിഫക്റ്റ് രണ്ട് തരത്തിലുണ്ട്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുമുണ്ട്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുമുണ്ട്. ഷോർട്ട് ക്യൂ ഡിഫക്റ്റ് അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനകത്ത് രണ്ട് തരത്തിലുണ്ട്. സ്റ്റോഷിയോമെട്രിയിൽ രണ്ട് തരത്തിലുള്ള ഡിഫക്റ്റ് ഉണ്ട്. ഒന്ന് സ്കോട്ട്കി ഡിഫക്റ്റ്, അതാണ് കൊടുത്തത് ഷോർട്ട് കീ ഡിഫക്റ്റ്. രണ്ട് ഫ്രങ്കൽ ഡിഫക്റ്റ്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സിയിൽ കൊടുത്തിട്ടുണ്ട് ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പോൾ ഡിഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് തവണ എക്സാമിന് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ ഡിഫക്ട്സ് പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ, സ്റ്റോഷിയോമെട്രിക്കുമുണ്ട്, നോൺ സ്റ്റോഷിയോമെട്രിക്കുമുണ്ട്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് രണ്ട് തരത്തിൽ ഏതൊക്കെയാണ്? സ്കോട്ട്കി ഡിഫക്റ്റുമുണ്ട്, ഫ്രങ്കൽ ഡിഫക്റ്റുമുണ്ട്. അതുപോലെ തന്നെ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റും എന്താണ്? രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റും എന്താണ്? രണ്ട് തരത്തിലുണ്ട്. നമ്പർ 1 മെറ്റൽ എക്സസും മെറ്റൽ ഡെഫിഷ്യൻസിയും. മെറ്റൽ എക്സസും മെറ്റൽ ഡെഫിഷ്യൻസി. ഓക്കെ, മെറ്റൽ എക്സസിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എഫ് സെന്റർ കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺ. ഇപ്പോൾ നിങ്ങളുടെ ഓപ്ഷനിലുള്ള എല്ലാ പേരുകളും വന്നു അല്ലേ? ഇവിടെ ഇന്റർസ്റ്റീഷ്യൽ ആനയോൺ, okay, so these are the classification. Defects രണ്ട് തരത്തിൽ, സ്റ്റോഷിയോമെട്രിക് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ സ്കോട്ട്കി ഡിഫക്റ്റ് ഉണ്ട്, ഫ്രങ്കൽ ഡിഫക്റ്റ് ഉണ്ട്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ മെറ്റൽ എക്സസും ഉണ്ട്, മെറ്റൽ ഡെഫിഷ്യൻസിയും ഉണ്ട്. ഓക്കെ, മെറ്റൽ എക്സസിൽ എഫ് സെന്റർ ഉണ്ട്, ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺ. മെറ്റൽ ഡെഫിഷ്യൻസിൽ ഇന്റർസ്റ്റീഷ്യൽ ആനയോൺ. ഓരോന്നിനെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ സ്കോട്ട്കി ഡിഫക്റ്റ്. ആദ്യം എന്താണ്? സ്കോട്ട്കി ഡിഫക്റ്റ് ആണ്. സ്കോട്ട്കി ഡിഫക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കോട്ട്കി ഡിഫക്റ്റ് ഏതിലാണ് വരുന്നത്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിലാണ് സ്കോട്ട്കി ഡിഫക്റ്റ് വരുന്നത്. ഷോട്ട്കി ഡിഫക്റ്റിൽ ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് ആർ മിസ്ഡ് ഫ്രം ദെയർ ലാറ്റിസ് പോയിന്റ്. അതായത് കാറ്റയോൺസും ആനയോൺസും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് എന്ത് ചെയ്യുന്നു? അവരുടെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് മിസ് ചെയ്യുന്നു. ഓക്കെ, സോ ലാറ്റിസ് സൈറ്റ്സിൽ നിന്ന് മിസ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം അവിടെ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. മാസ് എന്ത് ചെയ്യും? കുറയും. കാരണം എന്താ? കുറേ അയോൺസ് പോയി, മിസ്സായി പോയി. ഓക്കെ, സോ ഇങ്ങനെ ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ് എന്ത്? ഷോട്ട്കി ഡിഫക്റ്റ്. സോ ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് ആർ മിസ്ഡ് ഫ്രം ദി ലാറ്റിസ് പോയിന്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോൺ ആസ് ഷോട്ട്കി ഡിഫക്റ്റ്. ഓക്കെ ആണല്ലോ. ഇനി ഷോട്ട്കി ഡിഫക്റ്റിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് മറക്കരുത്, കാരണം ഡിഫക്റ്റിൽ നിന്നൊരു ചോദ്യം വരാം. സോ ഷോട്ട്കി ഡിഫക്റ്റിൽ ആദ്യത്തെ പറഞ്ഞു ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് ആർ മിസ്ഡ്. അയോൺസ് ആർ മിസ്ഡ് ഫ്രം ദി ലാറ്റിസ് പോയിന്റ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഡെൻസിറ്റി ആൻഡ് മാസ് റെഡ്യൂസ്ഡ്. ഓക്കെ, ഷോട്ട്കി ഡിഫക്റ്റിൽ ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് ആർ മിസ്ഡ് ഫ്രം ദ ലാറ്റിസ് പോയിന്റ്. സോ ഡെൻസിറ്റി ഈസ് റെഡ്യൂസ്ഡ്, ആൾസോ മാസ് ഈസ് റെഡ്യൂസ്ഡ്. ബട്ട് റിമെമ്പർ ദാറ്റ് ദ വോളിയം ഈസ് സെയിം. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഷോട്ട്കി ഡിഫക്റ്റിൽ സെയിം ആയിട്ട് നിൽക്കുന്നത് എന്ത്? ഷോട്ട്കി ഡിഫക്റ്റിന് ശേഷം സ്ഥിരമായിട്ട് നിൽക്കുന്നത് ഡാഷ് ആയിരിക്കുമെന്ന്. ഓപ്ഷൻ എ ഡെൻസിറ്റി, മാസ്, വോളിയം, ദെൻ ഇതൊന്നുമല്ല എന്നുള്ളൊരു ഓപ്ഷനായിരുന്നു. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റിയും ചേഞ്ച് ചെയ്യും, റെഡ്യൂസ് ചെയ്യും, മാസും ചേഞ്ച് ചെയ്യും.
വോളിയം മാത്രമായിരിക്കും സെയിം ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് എന്ത് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി രണ്ടാമത്തെ ആളെ കുറിച്ച് പറയാം. രണ്ടാമത്തെ ഡിഫക്റ്റ് ആയിരുന്നു എന്ത്? ഫ്രങ്കൽ ഡിഫക്റ്റ്. ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് ആണ്. ഷോർട്ട് കീ ഡിഫക്റ്റ് ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് ആണ് മിസ് ചെയ്യുന്നതെങ്കിൽ ഫ്രങ്കൽ ഡിഫക്റ്റിൽ സംഭവിക്കുന്നത് നോക്കാം. സ്റ്റോഷിയോമെട്രിയിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത്തെ ആയിരുന്നു ഷോർട്ട് കീ ഡിഫക്റ്റ്, രണ്ടാമത്തെ ആണെന്ത് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഓക്കെ, സോ ഈ ഫ്രങ്കൽ ഡിഫക്റ്റിൽ സംഭവിക്കുന്നത് സം ഓഫ് ദി കാറ്റയോൺസ് ആർ, ശ്രദ്ധിക്കുക, സം ഓഫ് ദി കാറ്റയോൺസ് ആർ മിസ്ഡ് ഫ്രം ദെയർ ലാറ്റിസ് പോയിന്റ് ടു ദി ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ. അതായത് അവരുടെ ലാറ്റിസ് പോയിന്റ്, ഫോർ എക്സാമ്പിൾ സോളിഡിൽ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഓക്കെ, ഇങ്ങനെയാണ് അയോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ കാറ്റയോൺസ് ആണെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡാ, കാറ്റയോൺസ് അവരുടെ പൊസിഷനിൽ നിന്ന് മാറി എന്ത് ചെയ്യുന്നു? ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ ഒക്കുപ്പൈ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? സോ സം ഓഫ് ദി കാറ്റയോൺസ് ആർ മിസ്പ്ലേസ്ഡ് ഫ്രം ദെയർ ലാറ്റിസ് പോയിന്റ് ടു ദി ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എഴുതാം. ഫസ്റ്റ് പോയിന്റ്, കാറ്റയോൺസ് ആർ മിസ്പ്ലേസ്ഡ് ഫ്രം lattice point to the interstitial point. Interstitial position. Okay, that's the first point. Cations are misplaced from the lattice point to the interstitial position. അപ്പോൾ ശ്രദ്ധിക്കുക, കാറ്റയോൺസ് ഈ ഒരു സ്ട്രക്ചറിൽ നിന്നും ഈ സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ, അയോൺസ് ഒന്നും മിസ്സായിട്ടില്ല. അപ്പോൾ മാസ് കുറയുമോ? ഇല്ല. സോ മാസ് ഈസ് കോൺസ്റ്റന്റ്, മാസ് സെയിം ആയിരിക്കും. ഓക്കെ, ഷോർട്ട് കീ ഡിഫക്റ്റ് പ്രധാനമായിട്ടും ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ് ആണ് പ്രധാനമായിട്ടും കാണിക്കുന്ന, ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ്. ഓക്കെ, ഫ്രങ്കൽ ഡിഫക്റ്റ് മാസ് സെയിം ആയിരിക്കും. എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ സിൽവർ അയഡൈഡ്, സിൽവർ ബ്രോമൈഡ്, ഇതൊക്കെ എന്താണ്? ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന സോളിഡ്സിന് എക്സാമ്പിളാണ് സിൽവർ അയഡൈഡും സിൽവർ ബ്രോമൈഡും. ഓക്കെ, സോ ഇതാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഷോർട്ട് കീ ഡിഫക്റ്റ് പഠിച്ചു, ഫ്രങ്കൽ ഡിഫക്റ്റ് പഠിച്ചു. ഷോർട്ട് കീ ഡിഫക്റ്റിൽ എന്താ? ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് മിസ് ചെയ്യുകയാണ്. അപ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. മാസ് എന്ത് ചെയ്യും? കുറയും. വോളിയം സെയിം ആയിരിക്കും. ബട്ട് ഫ്രങ്കൽ ഡിഫക്റ്റിലോ കാറ്റയോൺസ് എന്ത് ചെയ്യുന്നതാണ്? മിസ്പ്ലേസ് ചെയ്യുകയാണ് ഫ്രം ദയർ ലാറ്റിസ് പോയിന്റ് ടു ദി ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ. ആൾ അവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഡെൻസിറ്റി മാറുന്നില്ല, മാസ് മാറുന്നില്ല. ഓക്കെ ആണല്ലോ? എക്സാമ്പിൾ സിൽവർ അയഡൈഡ് ആൻഡ് സിൽവർ ബ്രോമൈഡ്. ഓക്കെ, ഇനി സ്റ്റോഷിയോമെട്രി കഴിഞ്ഞു. രണ്ടാമതായിട്ട് ഇനി പഠിക്കേണ്ടത് എന്താണ്? നോൺ സ്റ്റോഷിയോമെട്രിക് ആണ്. ഓക്കെ, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് പഠിക്കാം നമുക്ക്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ പ്രധാനമായിട്ടും എത്ര ഉണ്ടായിട്ട്? രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് അല്ലേ? മെറ്റൽ എക്സസും മെറ്റൽ ഡെഫിഷ്യൻസിയും. അപ്പോൾ എന്താണ് മെറ്റൽ എക്സസ്, എന്താണ് മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് പഠിക്കാം. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് നോക്കാം. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? മെറ്റൽ എക്സസ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി. എന്തൊക്കെയാണ്? മെറ്റൽ എക്സസ്, രണ്ടാമത്തേതാണ് മെറ്റൽ ഡെഫിഷ്യൻസി. മെറ്റൽ എക്സസിനകത്ത് വരുന്നു രണ്ടെണ്ണം, എഫ് സെന്റർ
രണ്ടാമത്തെ എന്താണ്? ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺ. ഇവിടെ ഇന്റർസ്റ്റീഷ്യൽ ആനയോൺ. എന്താണ് എഫ് സെന്റർ? എന്താണ് മെറ്റൽ എക്സസ്? അതായത് നോൺ സ്റ്റോഷിയോമെട്രിയിൽ നമ്മൾ പഠിക്കുന്നു മെറ്റൽ എക്സസിൽ വരുന്നതാണ് എഫ് സെന്റർ. എഫ് സെന്റർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ആനയോൺസ് ആർ മിസ്പ്ലേസ്ഡ് ടു ഇലക്ട്രോൺസ്. അതായത് അല്ലെങ്കിൽ ആനയോൺസ് ആർ റീപ്ലേസ്ഡ് ബൈ ഇലക്ട്രോൺസ്. ആനയോൺസ് ആർ റീപ്ലേസ്ഡ് ബൈ ഇലക്ട്രോൺസ്. സം ഓഫ് ദി ആനയോൺസിന് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് റീപ്ലേസ് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? എഫ് സെന്റർ എന്ന്. സോ എഫ് സെന്റർ ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് കളർ കാണിക്കാറുണ്ട്. ഓക്കെ, എഫ് സെന്റർ ഉണ്ടെങ്കിൽ കളർ കാണിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ വെൻ സോഡിയം മെറ്റലിനെ ഒന്ന് ചൂടാക്കിയാൽ വിത്ത് NaCl, സോഡിയം മെറ്റലിനെ NaCl ഒന്ന് ചൂടാക്കുകയാണെങ്കിൽ എ കളർ ഈസ് ഫോംഡ്. ഓക്കെ, ദിസ് ഈസ് ഡ്യൂ ടു എഫ് സെന്റർ എന്നാണ് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ്? എഫ് സെന്റർ കൊണ്ട്. അതുപോലെ തന്നെ ഓൾ ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ്. ഓക്കെ, ഓൾ ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ് വെൻ ഹീറ്റഡ് വിത്ത് ഇറ്റ്സ് ഓൺ വേപ്പർ. ഏത് ആൽക്കലി മെറ്റലും അതിൻ്റെ തന്നെ വേപ്പറിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ കളർ കാണിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു എഫ് സെന്റർ. ഓക്കെ ആണല്ലോ. അപ്പം എഫ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ദി ആനയോൺസ് ആർ റീപ്ലേസ്ഡ് ബൈ ഇലക്ട്രോൺസ്. എന്താണ് എഫ് സെന്റർ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കുക, എഫ് സെന്റർ ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സം ഓഫ് ദി ആനയോൺസ് ആർ റീപ്ലേസ്ഡ് ബൈ ഇലക്ട്രോൺസ്. ഓക്കെ, ഇതാണ് എഫ് സെന്റർ എന്ന് പറഞ്ഞത്. ഇനി ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺ. ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ an extra cation inserted in the interstitial position. അതായത് ഒരു സോളിഡ് ഉള്ളതല്ല, വേറെ ഏതെങ്കിലും ഒരു സോളിഡിൽ നിന്നും ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് വരുന്ന കാറ്റയോൺസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺ. അങ്ങനെ അതുകൊണ്ടും എന്തുണ്ടാവാം? ഒരു ഡിഫക്റ്റ് സ്ട്രക്ചറിൽ ഉണ്ടാകാം. മനസ്സിലാവുന്നുണ്ടോ? സോ ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ an extra cation is inserted in between the interstitial position. ഓക്കെ, അപ്പോൾ ഇന്റർസ്റ്റീഷ്യൽ ആനയോൺസ് എന്തായിരിക്കും? An extra anion is entered to the interstitial position. കാറ്റയോൺ വന്നതുകൊണ്ടാണ് മെറ്റൽ എക്സസ് എന്ന് പറഞ്ഞത്. ആനയോൺസ് വന്നതുകൊണ്ടാണ് മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് പേര് വന്നത്. ഓക്കെ ആണല്ലോ. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഡിഫക്റ്റ് പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ: സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റും നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ തന്നെ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ഷോട്ട്കി ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും. ഷോട്ട്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് ആർ മിസ്ഡ് ഫ്രം ദെയർ ലാറ്റിസ് പോയിന്റ്. ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് മിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മാസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ബട്ട് വോളിയം സെയിം ആയിരിക്കും. ദെൻ ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഫ്രെങ്കൽ ഡിഫക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്താണ് ഫ്രെങ്കൽ ഡിഫക്റ്റിൽ പറഞ്ഞത്? സം ഓഫ് ദി കാറ്റയോൺസ് ആർ മിസ്ഡ് ഫ്രം ദെയർ ലാറ്റിസ് പോയിന്റ്. ലാറ്റിസ് പോയിന്റിൽ നിന്ന് കുറച്ച് കാറ്റയോൺസ് മിസ്സാവുക അല്ലേ? അപ്പോൾ അവിടെ ഡെൻസിറ്റി എന്ത് ചെയ്യും? മിസ്ഡ് ടു ദി ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. സം ഓഫ് ദി കാറ്റയോൺസ് ആർ മിസ്ഡ് ഫ്രം ദെയർ ലാറ്റിസ് പോയിന്റ് ടു ദി ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. അപ്പോൾ അത് അവിടെ തന്നെ ഉള്ളത് കൊണ്ട് മാസ് എന്ത് ചെയ്യുന്നില്ല? കുറയുന്നില്ല, ഡെൻസിറ്റി കുറയുന്നില്ല. ഷോട്ട്കി ഡിഫക്റ്റിലാണ് മാസും ഡെൻസിറ്റിയും കുറയുന്നത്. ഓക്കെ, ഫ്രെങ്കൽ ഡിഫക്റ്റിൽ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, ദെൻ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അതും രണ്ട് തരത്തിൽ: മെറ്റൽ എക്സസ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി. മെറ്റൽ എക്സസിൽ എഫ് സെന്ററും ഉണ്ട്, ദെൻ ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺസും ഉണ്ട്. മെറ്റൽ ഡെഫിഷ്യൻസിയിൽ ഇന്റർസ്റ്റീഷ്യൽ ആനയോൺസും ഉണ്ട്. ഓക്കെ, എഫ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദി ആനയോൺസ് ആർ റീപ്ലേസ്ഡ് ബൈ ഇലക്ട്രോൺസ്. then it is called F center. When all alkali metals heated with its own vapor, from sodium salted വേപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ്? കളർ ഫോം ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു എഫ് സെന്റർ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺ ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ ആനയോൺ.
If an extra cation is inserted to the interstitial position, then it is called the interstitial cation. Metal deficiencyയിലാണെങ്കിലോ interstitial anions ആണ്. ഇനി ചോദ്യം വായിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ചോദ്യം, സോ NaCl ക്രിസ്റ്റൽ MgCl2 ൽ ഡോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. ഒരു ക്രിസ്റ്റലിൽ, ഒരു സ്ട്രക്ചറിൽ മറ്റൊരു ക്രിസ്റ്റൽ വരികയാണ്, എക്സ്ട്രാ ഒരു ക്രിസ്റ്റൽ, അതിൻ്റെ സ്ട്രക്ചറിൽ തന്നെ മാറ്റം വരികയല്ല, എന്താണ്, പുറത്തുനിന്ന് എക്സ്ട്രാ ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് സംഭവിക്കുന്നത്? ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. either it is cation or anion, metal excess or metal deficiency. Anyway, ഇവിടെ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ MgCl2 ൽ ഡോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതാണ്? ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇത് പറയാനാണ് നമ്മൾ ഡിഫക്റ്റ് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചത്. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യനിൽ മറ്റൊരു ഡിഫക്റ്റ് ആയിരിക്കും ചോദിക്കുക. ഇനി ഏത് ഡിഫക്റ്റ് ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതാൻ സാധിക്കും. ഓക്കെ, സോ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ MgCl2 ൽ ഡോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതാണ്? ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CuSO4 5H2O എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ, ഖരം ദ്രാവകവുമായി ചേർന്ന ലായനി. ഖരം ദ്രാവകം എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, സോളിഡ്, ദ്രാവകം എന്ന് പറഞ്ഞാൽ ലിക്വിഡ്, ഗ്യാസ് അറിയാം. ഓക്കെ, സോ ഖരം ദ്രാവകവുമായി ചേർന്ന ലായനി, ലായനി മീൻസ് സൊല്യൂഷൻ. 2, ഓപ്ഷൻ ബി, ദ്രാവകം ഖരവുമായി ചേർന്ന ലായനി. ഓപ്ഷൻ സി, CuSO4 ജലവുമായി ചേർന്ന ഒരു സംയുക്തം, സംയുക്തം മീൻസ് കോമ്പൗണ്ട്. ഡി, CuSO4 കോപ്പർ സൾഫേറ്റ് ജലവുമായി ചേർന്ന ഒരു ലവണം, ലവണം മീൻസ് സോൾട്ട്. ഓക്കെ, സോ CuSO4 5H2O എന്ന് പറയുന്നത് ഒരു ലായനിയാണോ, ഒരു കോമ്പൗണ്ട് ആണോ, ഒരു സോൾട്ട് ആണോ എന്നാണ് ചോദ്യം. അപ്പം CuSO4 5H2ന്റെ പേരെന്താണെന്ന് അറിയാമോ? ഇതിനെങ്ങനെ വായിക്കുന്നേ? കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ് എന്നാണ്. ഓക്കെ, ഇതിനെങ്ങനെ വായിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ്. കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ് ആണ് CuSO4 5H2O എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് മറ്റൊരു പേരുണ്ട്, ബ്ലൂ വിട്രിയോൾ. നമുക്ക് ബ്ലൂ ഇങ്ക് കൊണ്ട് തന്നെ എഴുതാം, അപ്പം മറക്കത്തില്ല. കോപ്പർ സൾഫേറ്റ് 5H2ന്റെ മറ്റൊരു പേരാണ് ബ്ലൂ വിട്രിയോൾ. മറക്കരുത്, അടുത്ത എക്സാമിന് അതായിരിക്കാം ചോദ്യം. കോപ്പർ സൾഫേറ്റ് 5H2O അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റിന്റെ മറ്റൊരു നാമം, അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം, ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് ഏത്, സംയുക്തം ഏത്? സോ പ്രതീക്ഷിക്കാം, കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? ബ്ലൂ വിട്രിയോൾ. ഓക്കെ, ഇതൊരു ബ്രൈറ്റ് ബ്ലൂ ക്രിസ്റ്റൽ ആണ്. കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്രൈറ്റ് ബ്ലൂ കളർ ക്രിസ്റ്റൽ ആണ്. ബ്രൈറ്റ് ബ്ലൂ കളർ ക്രിസ്റ്റൽ ആണ്. Okay, also it is known as blue vitriol. When we heated the compound, ഇതിന്റെ എന്തുകൊണ്ടാണ് ഈ ബ്ലൂ വിട്രിയോൾ എന്ന പേര് വന്നതെന്ന് അറിയാമോ? When we heated the compound, ഈ കോമ്പൗണ്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ 5 moles of water is losses. എന്താണ്? 5 മോളിക്യൂൾ വാട്ടർ എന്ത് ചെയ്യുന്നു? ലോസ് ചെയ്യുന്നു. Okay, and the remaining anhydrous copper sulfate, വാട്ടർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് അൺഹൈഡ്രസ് ആയി അല്ലേ? അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് അപ്പിയേഴ്സ് ആസ് വൈറ്റ് ഇൻ കളർ. അൺഹൈഡ്രസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് എന്താ? വൈറ്റ് കളറിലിരിക്കും. വളരെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറിലിരുന്ന ക്രിസ്റ്റൽ ആയിരുന്നു. അതിനൊന്ന് ചൂടാക്കിയപ്പോഴത്തേന് എന്തായി? വൈറ്റ് കളറായി.
എങ്ങനെ വൈറ്റ് കളറായി? ആ 5 molecules ഓഫ് വാട്ടർ എന്ത് ചെയ്തു? ലോസ് ചെയ്തു. സോ റിമൈനിങ് അൺഹൈഡ്രസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് എന്തായി? വൈറ്റ് ഇൻ കളറായി. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ബ്ലൂ വിട്രിയോൾ. ഓക്കെ, അപ്പോൾ ഈ പേരിൽ തന്നെ വ്യക്തമോ? കോപ്പർ സൾഫേറ്റ് 5H2O, കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ് മീൻസ് കോപ്പർ സൾഫേറ്റും വാട്ടറും ചേർന്ന ഒരു ബ്ലൂ കളർ ക്രിസ്റ്റൽ ആണ്. ക്രിസ്റ്റൽ മീൻസ് ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് വൺ. കോപ്പർ സൾഫേറ്റ് ജലവുമായി ചേർന്ന ഒരു സംയുക്തമാണെന്ത്? കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ്. ക്ലിയർ ആണോ? അപ്പം ഞാൻ ജസ്റ്റ് ഒരിക്കൽ കൂടി പറയുന്നു. കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റിന് മറ്റൊരു നാമം? യെസ്, ഇറ്റ് ഈസ് ബ്ലൂ വിട്രിയോൾ. എന്തുകൊണ്ടാണ് ബ്ലൂ വിട്രിയോൾ എന്ന് വിളിക്കപ്പെടുന്നത്? അതായത് കോപ്പർ സൾഫേറ്റിനെ ഒന്ന് ചൂടാക്കുമ്പോൾ അതിൽ 5 molecules ഓഫ് വാട്ടർ പോകുന്നു, ലോസ് ചെയ്യുന്നു. ദെൻ അൺഹൈഡ്രസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് എന്താണ്? വൈറ്റ് ഇൻ കളറാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ വിട്രിയോൾ എന്ന് അറിയപ്പെടുന്നത്. മറക്കരുത്, ആ പേര് മറക്കരുത്. ബ്ലൂ വിട്രിയോൾ, കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന സംയുക്തം ഏത്? ഓപ്ഷൻ എ കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ്, ഓപ്ഷൻ ബി കോപ്പർ സൾഫേറ്റ് ഹെക്സാഹൈഡ്രേറ്റ്, ഓപ്ഷൻ സി കോപ്പർ സൾഫേറ്റ് ഹെപ്റ്റാഹൈഡ്രേറ്റ്, ഓപ്ഷൻ സി നൺ ഓഫ് ദീസ്. ഏതാണ്? ഡെഫിനറ്റ്ലി തിരിഞ്ഞു പോകരുത്. ഓപ്ഷൻ എ പെൻഡാഹൈഡ്രേറ്റ് ആണ്. പെൻഡാഹൈഡ്രേറ്റ് ആണ് ബ്ലൂ വിട്രിയോൾ. സോ ബ്ലൂ വിട്രിയോൾ ഈസ് കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ്. കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ്. കോപ്പർ സൾഫേറ്റും വാട്ടറും ചേർന്ന ഒരു കോമ്പൗണ്ട് ആണെന്ത്? കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ്. ക്ലിയർ? സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കോപ്പർ സൾഫേറ്റ് ജലവുമായി ചേർന്ന ഒരു സംയുക്തം. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ, എഥനോളും എൻ ഹെപ്റ്റൈനും ചേർന്ന ലായനി എന്തിൻ്റെ ഉദാഹരണം? എഥനോളും എൻ ഹെപ്റ്റൈനും ചേർന്ന ലായനി എന്തിൻ്റെ ഉദാഹരണമാണ്? ഓപ്ഷൻ എ ഐഡിയൽ സൊല്യൂഷൻ, ഓപ്ഷൻ ബി നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഓപ്ഷൻ സി നോൺ ഐഡിയൽ സൊല്യൂഷൻ നെഗറ്റീവ് ഡീവിയേഷൻ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ നെഗറ്റീവ് ഡീവിയേഷൻ ഇതൊന്നുമല്ല. ഇതാണ് ആൻസർ ഓപ്ഷൻസ്. ഓക്കെ, സോ എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക. സോ ഫസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് വാട്ട് യു മീൻ ബൈ ഐഡിയൽ സൊല്യൂഷൻ. എന്താണ് ഒരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പല എക്സാമ്പിളുകൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ ഐഡിയൽ സൊല്യൂഷൻ? ഒരു സൊല്യൂഷൻ ഐഡിയൽ ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് ഫോളോ സം ബേസിക് ക്രൈറ്റീരിയ. എന്താണ്? ഐഡിയൽ ആകണമെങ്കിൽ ആ സൊല്യൂഷൻ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. ഒന്നാമത്തെ റൂൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ഫോളോ, ദ സൊല്യൂഷൻ ഷുഡ് ഫോളോ റൗട്ട്സ് ലോ. എന്താണ് ഒന്നാമത്തെ പ്രത്യേകത? ഒരു സൊല്യൂഷൻ ഐഡിയൽ ആകണമെങ്കിൽ, ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയണമെങ്കിൽ നമ്പർ വൺ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഫോളോ സം കണ്ടീഷൻ. ഒന്ന്, റൗൾസ് ലോ. എന്താണ് അത്? റൗൾസ് ലോ ഫോളോ ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഡെൽറ്റ വി മിക്സിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ, ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ ദീസ് ആർ ദ 3 മെയിൻ കണ്ടീഷൻസ് of solution of that is ideal solution. Ideal solution ആകണമെങ്കിൽ ഈ 3 കണ്ടീഷൻ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഒന്ന്, it should follow Raoult's law. Raoult's law നിങ്ങൾക്ക് അറിയാമായിരിക്കും. PA is equal to P0A into chi A, അല്ലെങ്കിൽ PB is equal to P0B into chi B. ഓക്കെ, സോ അതാണ് റൗൾട്ട്സ് ലോ പറയുന്നത്. ദെൻ ഡെൽറ്റ വി മിക്സിംഗ് 0 ആയിരിക്കണം, ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് ഐഡിയൽ സൊല്യൂഷൻസ് ഫോളോ ചെയ്യേണ്ടുന്ന റൂൾസ്. ഇനി ഐഡിയൽ സൊല്യൂഷൻസ് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കൂടി ആഡ് ചെയ്യാം.
Okay, characteristics of ideal solution. ശ്രദ്ധിക്കുക, ഐഡിയൽ സൊല്യൂഷൻ ഫോളോ ചെയ്യുന്ന റൂൾസ് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. സോ ഐഡിയൽ സൊല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, നമ്പർ 1, നമുക്കറിയാം ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്, സൊല്യൂഷൻ ഉണ്ടാകുന്നത്. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ലീനം, സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ ലായകം, രണ്ടും കൂടി ചേർന്നാണ് ലായനി ഉണ്ടാകുന്നത്. ഓക്കെ, സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ലെസ് എമൗണ്ടിലുള്ളതിനെ സൊല്യൂട്ട് എന്നും മോർ എമൗണ്ടിലുള്ളതിനെ സോൾവെൻ്റ് എന്നുമാണ് വിളിക്കുന്നത്. രണ്ടും കൂടി മിക്സ് ആയതിനു ശേഷം ഉണ്ടാകുന്നത് സൊല്യൂഷൻ. ക്ലിയർ? യെസ്. സോ ഐഡിയൽ സൊല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്പർ 1 പറയുന്നത് സെയിം സൊല്യൂട്ട് സോൾവെൻ്റ് ആർ ആൾമോസ്റ്റ് സെയിം സൈസ് ആയിരിക്കണം. ഓക്കെ, ഐഡിയൽ സൊല്യൂഷനെ മേക്കപ്പ് ചെയ്യുമ്പോൾ സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും സൈസ് ഓൾമോസ്റ്റ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നു സൊല്യൂട്ട് സോൾവെൻറ്റ് പൊളാരിറ്റി ആൾമോസ്റ്റ് സെയിം ആയിരിക്കണം. സോ ഫസ്റ്റ് വൺ, സൊല്യൂട്ട് ആൻഡ് സോൾവെൻ്റ് ആർ ആൾമോസ്റ്റ് സെയിം സൈസ് ആൻഡ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻ്റ് ആൾമോസ്റ്റ് സെയിം പൊളാരിറ്റി. ഓക്കെ, ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. സോ സൊല്യൂട്ട് സോൾവെൻ്റ് ആർ ആൾമോസ്റ്റ് സെയിം സൈസ് ആയിരിക്കണം. സൊല്യൂട്ട് സോൾവെൻ്റ് ആർ ആൾമോസ്റ്റ് സെയിം സൈസ് ആയിരിക്കണം. അതുപോലെ തന്നെ സൊല്യൂട്ട് ആൻഡ് സോൾവെൻ്റ് ആൾമോസ്റ്റ് സെയിം പൊളാരിറ്റി ആയിരിക്കണം. ഒരാൾ പോളാറും മറ്റേ ആൾ നോൺ പോളാറും ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഐഡിയൽ. ഓക്കെ, അപ്പം ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. സൊല്യൂട്ട് ആൻഡ് സോൾവെൻ്റ് ആർ ആൾമോസ്റ്റ് സെയിം സൈസ്, സൊല്യൂട്ട് ആൻഡ് സോൾവെൻ്റ് ആർ ആൾമോസ്റ്റ് സെയിം പൊളാരിറ്റി. ഐഡിയൽ സൊല്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ ഹെപ്റ്റൈനും എൻ ഹെക്സൈനും കൂടെ ചേർന്ന മിശ്രിതം. അപ്പോൾ എക്സാമ്പിളും കൂടെ പഠിക്കുക. അടുത്ത പ്രാവശ്യം മറ്റൊരു എക്സാമ്പിൾ ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിൾ ആയിരിക്കും തരുന്നത്. സോ മറക്കരുത്, എക്സാമ്പിൾ ഓഫ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എൻ ഹെപ്റ്റൈൻ ആൻഡ് എൻ ഹെക്സൈൻ. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈഥൈൽ ബ്രോമൈഡും ഈഥൈൽ അയഡൈഡും. മറ്റൊരു എക്സാമ്പിളാണ് ഈഥൈൽ ബ്രോമൈഡും ഈഥൈൽ അയഡൈഡും. ഈഥൈൽ ബ്രോമൈഡ് ആൻഡ് ഈഥൈൽ അയഡൈഡ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിളാണ് ബെൻസീൻ ആൻഡ് ടോളുവീൻ. ബെൻസീൻ ആൻഡ് ടോളുവീൻ. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ബട്ട് ഒരുപാട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരുന്ന എക്സാമ്പിളുകളാണിത്. ഓക്കെ, എൻ ഹെപ്റ്റൈനും എൻ ഹെക്സൈനും കൂടെ ചേർന്നത് ഐഡിയൽ ആണോ നോൺ ഐഡിയൽ ആണോ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ ശ്രദ്ധിക്കുക, എൻ ഹെക്സൈനും എൻ ഹെപ്റ്റൈനും കൂടെ ചേർന്ന് ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാവും. ഈഥൈൽ ബ്രോമൈഡും ഈഥൈൽ അയഡൈഡും അതുപോലെ തന്നെ ബെൻസീൻ ആൻഡ് ടോളുവീൻ. ഇതെല്ലാം എന്താണ്, ഐഡിയൽ സൊല്യൂഷൻസിന് എക്സാമ്പിളാണ്. ക്യാരക്ടറിസ്റ്റിക്സ് മറക്കരുത്, സൊല്യൂട്ട് സോൾവെൻറ്റ് ഓൾമോസ്റ്റ് സെയിം സൈസും ആയിരിക്കണം, സെയിം പൊളാരിറ്റിയും ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി പഠിക്കാൻ പോകുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷനാണ്. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് ക്ലിയർ ആണ്. ഐഡിയൽ സൊല്യൂഷൻ ആകണമെങ്കിൽ 3 കാര്യങ്ങൾ ഒബേ ചെയ്യണം. റൗൾസ് ലോ ഒബേ ചെയ്യണം. ഡെൽറ്റ വി മിക്സ് 0 ആയിരിക്കണം, ഡെൽറ്റ എച്ച് മിക്സും 0 ആയിരിക്കണം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, പ്രധാനമായിട്ട് 2 ക്യാരക്ടറിസ്റ്റിക്സ്. സൊല്യൂട്ട് സോൾവെൻ്റ് ഇൻട്രാക്ഷൻ അല്ല, സൊല്യൂട്ട് സോൾവെൻ്റ് എന്താണ്, ആൾമോസ്റ്റ് സെയിം സൈസ് ആയിരിക്കണം, അതുപോലെ തന്നെ സെയിം പൊളാരിറ്റി ആയിരിക്കണം. എക്സാമ്പിൾ എൻ ഹെപ്റ്റൈൻ എൻ ഹെക്സൈൻ, ഈഥൈൽ ബ്രോമൈഡ് ഈഥൈൽ അയഡൈഡ്, ബെൻസീൻ ആൻഡ് ടോളുവീൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ. നെക്സ്റ്റ് വൺ ഐഡിയൽ സൊല്യൂഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ പ്രോപ്പർട്ടീസും എക്സാമ്പിളും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻ.
നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ 3 കാര്യങ്ങൾ ഒബേ ചെയ്തു. റൗൾസ് ലോ, ഡെൽറ്റ വി മിക്സ് 0, ഡെൽറ്റ എച്ച് മിക്സ് 0 അല്ലേ? അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഇറ്റ് ഡസൻറ്റ് ഒബേ റൗൾസ് ലോ. ഡെൽറ്റ വി മിക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ എച്ച് മിക്സ് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ പ്രത്യേകതകൾ. ഒന്ന് പറഞ്ഞു എന്താണ്, റൗൾസ് ലോ ഒബേ ചെയ്യത്തില്ല അല്ലേ? ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നു റൗൾസ് ലോ ഒബേ ചെയ്യത്തില്ല. ഓക്കെ, റൗൾസ് ലോ didn't follow. Second one, delta v mix not is equal to 0. Next one, delta h mix not is equal to 0. ഇതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഡീവിയേഷനും കാണിക്കാം, നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കാം. ഇപ്പോൾ ഇതിന് തന്നെ നിങ്ങൾക്കറിയാം ഡെൽറ്റ വി മിക്സ് 0 ആണെങ്കിൽ എന്താണ്, ഐഡിയലാണ്. ഡെൽറ്റ മിക്സ് 0 അല്ല, 0യേക്കാൾ വലുതാവാം, വലിയ വാല്യൂ ആവാം, അല്ലെങ്കിൽ ചെറിയ വാല്യൂ ആവാം അല്ലേ? അപ്പം നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 തരത്തിലുണ്ട്. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, 2 തരത്തിലുണ്ട്. ഒന്ന് നോൺ ഐഡിയൽ സൊല്യൂഷൻ with positive deviation. Next one, non-ideal solution with negative deviation. Non-ideal solution positive deviation, non-ideal solution with negative deviation എന്താണ്, 2 തരത്തിലുള്ള സൊല്യൂഷനാണ്. ഓക്കെ, ആദ്യം നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷനെ കുറിച്ച് പഠിക്കാം. Non-ideal solution with a positive deviation. നോക്കാം, നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൗൾസ് ലോയിൽ പി എ, നമ്മുടെ റൗൾസ് ലോയിൽ പറഞ്ഞത് ഐഡിയൽ സൊല്യൂഷൻ്റെ കാര്യം പറഞ്ഞത് പി എ ഇസ് ഈക്വൽ ടു P0 A ഇൻറ്റു കൈ എന്നായിരുന്നു അല്ലേ? ദിസ് ഇസ് റൗൾസ് ലോ അല്ലേ? ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ കണ്ടീഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് എങ്കിൽ, നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് എങ്കിൽ പി എ ഈസ് ഗ്രേറ്റർ ദാൻ P0 A ഇൻറ്റു കൈ. ഓക്കെ, പി എ ഈസ് ഗ്രേറ്റർ ദാൻ പോസിറ്റീവ്, പി എ ഈസ് ഗ്രേറ്റർ ദാൻ P0 A ഇൻറ്റു കൈ. ഓക്കെ ആണല്ലോ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി മിക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. നേരത്തെ പറഞ്ഞു ഐഡിയൽ സൊല്യൂഷൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്, ഡെൽറ്റ വി മിക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ് ഐഡിയൽ സൊല്യൂഷൻ അല്ലേ? ഹിയർ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ, സോ ദാറ്റ് മീൻസ് ഡെൽറ്റ വി മിക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഡെൽറ്റ എച്ച് മിക്സ് എന്തായിരിക്കും, ഡെൽറ്റ എച്ച് മിക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഐഡിയൽ സൊല്യൂഷനിലോ ഡെൽറ്റ എച്ച് മിക്സ് ഈസ് 0. ക്ലിയർ ആണോ? അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 3 കാര്യം ഒബേ ചെയ്യണം. റൗൾസ് ലോ, ഡെൽറ്റ വി മിക്സ് 0, ഡെൽറ്റ എച്ച് മിക്സ് 0. നോൺ ഐഡിയൽ എന്ന് പറഞ്ഞാലോ പോസിറ്റീവ് ആണെങ്കിൽ പി എ ഈസ് ഗ്രേറ്റർ ദാൻ P0 A ഇൻറ്റു കൈ എ, ദെൻ ഡെൽറ്റ വി മിക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ എച്ച് മിക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് ഡീവിയേഷന് ശ്രദ്ധിക്കേണ്ടത്, in this solution, solutions formed by the combination of non-polar and polar. ഓക്കെ, അതായത് നോൺ പോളാറും പോളാറും കൂടി ചേർന്നുണ്ടാകുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. സൊല്യൂട്ട് സോൾവെന്റ് എന്ന് പറയുന്നത് നോൺ പോളാർ ആൻഡ് പോളാർ. ഐഡിയൽ സൊല്യൂഷൻ എന്താ നമ്മൾ പറഞ്ഞത്, സൊല്യൂട്ട് സോൾവെന്റ് ആർ ഓൾമോസ്റ്റ് സെയിം സൈസ്, സൊല്യൂട്ട് സോൾവെന്റ് ആർ ഓൾസോ സെയിം polarity എന്ന് പറഞ്ഞു. ഓക്കെ, ബട്ട് ഹിയർ
Non-ideal solution law. Non-ideal solution with the positive deviation ആണെങ്കിൽ PA is greater than P0A into chi A. Then delta V mix is greater than 0. Delta H mix is greater than 0. Okay. So ഇവിടെ combination by non-polar and polar. Non-polar and polar. ഇതിന് example പറയുകയാണെങ്കിൽ N-heptane and ethanol. Example. N-heptane and ethanol. ഇവിടെ N-heptane എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോൺ പോളാർ ആണ്. എഥനോൾ എന്ന് പറയുന്നത് എന്താണ്? പോളാറാണ്. സോ ഒരു നോൺ പോളാറും പോളാറോടെ ചേർന്നുണ്ടാകുന്നതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ. സോ ഈ എക്സാമ്പിൾ തന്നെയാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. എഥനോളും N-heptaneയും ചേർന്ന ലായനി എന്തിൻ്റെ ഉദാഹരണമാണ്? ഓക്കെ. സോ അടുത്ത തവണ ചോദിക്കുന്ന ഒരു ഐഡിയൽ സൊല്യൂഷൻ ഉദാഹരണമായിരിക്കാം, അല്ലെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആയിരിക്കാം. അതുകൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് പറഞ്ഞത്. സോ പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് എങ്കിൽ PA is greater than P0A into chi A, delta V mix is greater than 0, delta H mix is greater than 0. Example is N-heptane and ethanol. Okay. ഇനി നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷനും കൂടി പഠിക്കാം. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ. സോ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ പറയാവുന്ന കാര്യമേ ഉള്ളൂ എന്താണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന്. സോ ശ്രദ്ധിക്കുക, നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ. സോ PA എന്തായിരിക്കും? പോസിറ്റീവ് ഡീവിയേഷൻ ആയപ്പോൾ PA is greater than P0A into PA chi A ആണ്. ഹിയർ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലോ PA is less than P0A into chi A. PA is less than P0A into chi A. Delta V mix എന്താവും? Delta V mix is less than 0. Okay. Delta H mix എന്താവും? Delta H mix is also less than 0. Okay. So these are the properties of non-ideal solution with a negative deviation. Clear ആണല്ലോ? ഇനി ഇതിന് ഒരു എക്സാമ്പിൾ പറയാം. നോൺ ഐഡിയൽ സൊല്യൂഷൻ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. ഇത് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. ഇത് രണ്ടും എന്താണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷന് എക്സാമ്പിളാണ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. ഓക്കെ. സോ ഐഡിയൽ സൊല്യൂഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ വൺസ് അഗൈൻ പറയുന്നു. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 1 റൗൾസ് ലോ, 2 ഡെൽറ്റ V മിക്സ് ഈസ് ഈക്വൽ ടു 0, 3 ഡെൽറ്റ H മിക്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ? എക്സാമ്പിൾ കൃത്യമായിട്ട് അറിയാതിരിക്കാം. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് സോൾവെൻറ്റിന് സെയിം സൈസ് ആയിരിക്കണം, സൊല്യൂട്ട് സോൾവെൻറ്റ് സെയിം പൊളാരിറ്റി ആയിരിക്കണം. N-heptane, N-hexane, ഈഥൈൽ ഐഡൈഡ്, ഈഥൈൽ ബ്രോമൈഡ്, ദെൻ അതുപോലെ തന്നെ ബെൻസീൻ ആൻഡ് ടോളുവി. ഇതെല്ലാം എന്താണ്? ഐഡിയൽ സൊല്യൂഷന് എക്സാമ്പിളാണ്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 കണ്ടീഷനും ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? നോൺ ഐഡിയൽ സൊല്യൂഷൻ അല്ലേ? ഫോർ എക്സാമ്പിൾ PA is not equal to അല്ലെങ്കിൽ PA is not equal to P0A into chi A. Delta V mix is not is equal to 0. Delta H mix is not is equal to 0. ഇതാണെങ്കിൽ എന്താണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ തന്നെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കാം, നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കാം. PA is greater than P0A into chi A ആണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ. അവിടെ ഡെൽറ്റ V greater than 0, delta H mix greater than 0. These all constitute positive deviation. Non-ideal solution with a positive deviation. Example, positive deviation example പറഞ്ഞു. Opposite polarity ആവാം, non polar and polar ആവാം. N-heptane ethanol. Then last പറഞ്ഞു non-ideal solution with a negative deviation. There PA is less than P0A into chi A. Delta V mix is less than 0.
delta H mix is less than 0. ഓക്കെ ആണല്ലോ. അവിടെ എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക ക്ലോറോഫോം ആൻഡ് അസെറ്റ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ നോക്കാം. എഥനോളും എൻ ഹെപ്റ്റൈനും ചേർന്ന ലായനി എന്തിൻ്റെ ഉദാഹരണമാണ്? ഐഡിയൽ സൊല്യൂഷൻ ആണോ? അല്ല. ബിക്കോസ് എഥനോൾ എന്ന് പറഞ്ഞാൽ പോളാർ, എൻ ഹെപ്റ്റൈൻ എന്ന് പറഞ്ഞാൽ നോൺ പോളാർ ആണ്. ഒരിക്കലും ഐഡിയൽ സൊല്യൂഷൻ വരത്തില്ല. ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ സെയിം പൊളാരിറ്റി ആയിരിക്കണം. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഇത് പോസിറ്റീവ് ഡീവിയേഷൻ ആണോ നെഗറ്റീവ് ഡീവിയേഷൻ ആണോ? സോ എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് എഥനോൾ ആൻഡ് എൻ ഹെപ്റ്റൈൻ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈനിൽ ഡിസോസിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ 1/2 ഫാക്ടർ I എത്രയാണ്? ഓപ്ഷൻ എ ഗ്രേറ്റർ ദാൻ 1, ഓപ്ഷൻ ബി ലെസ് ദാൻ 1, ഓപ്ഷൻ സി ഈക്വൽ ടു 1, ഓപ്ഷൻ ഡി ഗ്രേറ്റർ ദാൻ 1 ഓർ ലെസ് ദാൻ 1. ഓക്കെ, അപ്പോൾ ഒരു ലൈനിൽ ഡിസോസിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ 1/2 ഫാക്ടറാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് 1/2 ഫാക്ടർ എന്ന് അറിയുക ആദ്യം. സോ 1/2 ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യം യു മസ്റ്റ് സ്റ്റഡി അബൌട്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പ്രധാനമായിട്ടും 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. നമ്പർ 1 റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതേ ചോദ്യത്തിൽ തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ ഫസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. സെക്കൻഡ് വൺ, രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. And the last one, it is osmotic pressure. ഓക്കെ, ഇതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. നമ്പർ 1 റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, നമ്പർ 2 എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, നമ്പർ 3 ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഓസ്മോട്ടിക് പ്രഷർ. ഒരു തവണ എക്സാമിന് ഇവയിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത് ഏത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഔട്ട് സൈഡിൽ നിന്ന് ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. നമ്പർ 1 റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, നമ്പർ 2 elevation in boiling point, number 3 depression in freezing point, and the last one it is osmotic pressure. Okay, അപ്പോൾ colligative property is an important property to calculate the molecular mass. അതായത് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ ആണല്ലോ. സോ വാൻ ഹോഫ് ഫാക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞു. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പ്രധാനമായിട്ടും 4 പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന് എന്ത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, 2 എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, 3 ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ആൻഡ് ഫോർത്ത് വൺ ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു കാൽക്കുലേറ്റ്, പ്രധാനമായിട്ടും ടു കാൽക്കുലേറ്റ് മോളിക്കുലാർ മാസ്. ഓക്കെ ആണല്ലോ. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന മോളിക്കുലാർ മാസും നോർമൽ മാസും തമ്മിൽ ചില വ്യത്യാസം വരാം. ഓക്കെ, സോ ദർ ഈസ് സം ഡിഫറൻസ്. ഓക്കെ, അല്ലെങ്കിൽ the normal mass of the molecule does not match with the colligate atomic mass according to the colligative property. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണ്ടുപിടിച്ച മോളിക്കുലാർ മാസും
നോർമൽ മോളിക്കുലാർ മാസും ചിലപ്പോൾ സെയിം ആകണമെന്നില്ല, ചെറിയ കറക്ഷൻ വരാം. ഓക്കെ, ഈ കറക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? വാൻ ഹോഫ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. സൊല്യൂഷനിൽ വാൻ ഹോഫ് ഫാക്ടർ, ഒരുപാട് വാൻ ഹോഫ് ഫാക്ടർ ഉണ്ട്. സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ ഇവിടെ ഇതിനെയാണ് എന്ത്? കറക്ഷൻ ഫാക്ടറിനെ എന്ന് വിളിക്കുന്നത് ഐ അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ദീസ് ആർ ദ 4 colligative property to calculate the molecular mass. Then but sometimes it is not matched with the normal molecular mass and there is a correction factor called I. അവിടുത്തെ കറക്ഷൻ ഫാക്ടർ എന്താണ്? ഐ ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കുക, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈ 4 എണ്ണമാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ദെൻ കറക്ഷൻ ഫാക്ടറിനെ കുറിച്ച് പഠിക്കുന്നു. കറക്ഷൻ ഫാക്ടറിനെയാണ് ഐ എന്ന് സൂചിപ്പിക്കുന്നത്. കറക്ഷൻ ഫാക്ടറാണ് ഐ. ഓക്കെ, ഐ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ ഈസ് ഈക്വൽ ടു നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? ഒബ്സർവ്ഡ് മോളാർ മാസ്. ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും കിട്ടുന്നത് നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ്. അതാണ് കറക്ഷൻ ഫാക്ടർ ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോളിക്കുലർ അസോസിയേഷൻ ആണെങ്കിൽ ഐക്ക് ഒരു വാല്യൂ, മോളിക്കുലർ ഡിസോസിയേഷൻ ആണെങ്കിൽ ഐക്ക് ഒരു വാല്യൂ ഉണ്ട്. സോ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഈസ് ഈക്വൽ ടു 1. ഐ ഈസ് ഈക്വൽ ടു 1 എപ്പോഴാ? ദർ ഇസ് നോ കറക്ഷൻ. ഒരു കറക്ഷനും ഇല്ല. നോർമൽ മോളിക്കുലർ മാസും ഒബ്സർവ്ഡ് മോളിക്കുലർ മാസും റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഒന്നുമില്ല, കറക്ഷൻ വ്യത്യാസം ഒന്നുമില്ല. സോ ഐ ഈസ് ഈക്വൽ ടു 1 എപ്പോഴാണ്? ദർ ഈസ് നോ കറക്ഷൻ. ഓക്കെ, ഇനി ഐ ഈസ് ഗ്രേറ്റർ ദാൻ 1. ഐ ഈസ് ഗ്രേറ്റർ ദാൻ 1. ഐ എന്ന് പറയുന്നത് 1നേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഫോർ ഡിസോസിയേഷൻ. തിരിഞ്ഞു പോകരുത്. ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയേണ്ട കാര്യം പോലും ഇല്ല. ഐ ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1 എപ്പോഴാണ്? ഫോർ അസോസിയേഷൻ. ഓക്കെ, സോ കറക്ഷൻ ഫാക്ടർ ഐ ഉണ്ട്. ഐ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ദർ ഈസ് നോ കറക്ഷൻ. ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഫോർ ഡിസോസിയേഷൻ. ഐയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിലോ ഫോർ അസോസിയേഷൻ. ഇപ്പം ക്ലിയർ ആയ ആൻസർ അല്ലേ? എന്താണ്? ലൈനിൽ ഡിസോസിയേറ്റ് ചെയ്യുന്ന, അസോസിയേറ്റ് ആണെങ്കിൽ വാല്യൂ മാറും. ഇവിടെ ചോദ്യം ലൈനിൽ ഡിസോസിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന്റെ വാൻ ഹോഫ് ഫാക്ടർ ആണ്. ഓപ്ഷൻ എ ഗ്രേറ്റർ ദാൻ 1 തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി ലെസ് ദാൻ 1 തന്നിട്ടുണ്ട്. കൺഫ്യൂസിങ് ആയിട്ടുള്ള 2 ഓപ്ഷൻസ് ആണ്. സോ വളരെ കൃത്യമായിട്ട് ആലോചിച്ചിരിക്കുക. ഡിസോസിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഐയുടെ വാല്യൂ കൂടും, കറക്ഷൻ കൂടും. ഐ ഈസ് ഗ്രേറ്റർ ദാൻ 1. അസോസിയേറ്റ് ചെയ്യുവാണെങ്കിൽ ലെസ് ദാൻ 1. ഓക്കെ, സോ ഹിയർ ലൈനിൽ ഡിസോസിയേറ്റ് ചെയ്യുകയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ ആണല്ലോ? അപ്പോൾ വാൻ ഹോഫ് ഫാക്ടർ പറഞ്ഞതിൽ നമ്മൾ ആദ്യം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് പറഞ്ഞത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പ്രധാനമായിട്ടും 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു അല്ലേ? നമ്പർ 1 റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നമ്പർ 2 എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. നമ്പർ 3 ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ആൻഡ് ഫോർത്ത് 1 ഓസ്മോട്ടിക് പ്രഷർ. മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം 4 പ്രോപ്പർട്ടി. ഓക്കെ, ഓരോന്നും പ്രോപ്പർട്ടി ഉണ്ട്. അതിലൂടെ എങ്ങനെ അറ്റോമിക് മാസ്, മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക എന്നുള്ള കാൽക്കുലേഷനും ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന മോളിക്കുലാർ മാസും നോർമൽ മോളിക്കുലാർ മാസും ചിലപ്പോൾ മാച്ച് ആകണമെന്നില്ല. അവിടെ ഒരു കറക്ഷൻ വരാം. ആ കറക്ഷൻ ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് ഐ അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ. ഐ കണ്ടുപിടിക്കുന്നത് സിമ്പിളായിട്ട് നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാം. ഓക്കെ, അവിടെ കറക്ഷൻ ഒന്നുമില്ല എങ്കിൽ ഐ ഈസ് ഈക്വൽ ടു 1. ഐ ഈസ് ഗ്രേറ്റർ ദാൻ 1 എപ്പോഴാണ്? മോളിക്കുലാർ ഡിസോസിയേഷൻ.
I is less than 1 എപ്പോഴാണ് association. Clear ആണല്ലോ? Yes. So the right answer is option A. For dissociation, I is greater than 1. Okay. Next question. Lowering of vapor pressure സംഭവിക്കുന്നത് എപ്പോഴാണ്? അപ്പോൾ എന്താണ് lowering of vapor pressure? Lowering of vapor pressure എന്ന് പറഞ്ഞാൽ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, ബട്ട് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അത് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്നാണ് ഓപ്ഷനിൽ കൊടുത്തത്. അപ്പം കുട്ടികളെല്ലാം വിചാരിച്ചു ഇതെന്താണ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ബട്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. Lowering of vapor pressure is not a colligative property. The colligative property is relative lowering of vapor pressure. Okay, തെറ്റിപ്പോകരുത്. So lowering of vapor pressure സംഭവിക്കുന്നത് എപ്പോഴാണ്? ലീനം നോൺ വോളറ്റൈൽ ആകുമ്പോൾ, ലീനം വോളറ്റൈൽ ആകുമ്പോൾ, ലീനം ഒരു നോൺ ഇലക്ട്രോലൈറ്റ് ആകുമ്പോൾ, മുകളിൽ പറഞ്ഞവയല്ല. ചോദ്യം ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ? What do you mean by lowering of vapor pressure? Okay, അതായത് ശ്രദ്ധിക്കാം, ഒരു സോൾവെൻറ്റിലേക്ക് നല്ലൊരു സോൾവെൻ്റ് ആണ്, സോൾവെൻറ്റിന് അത്യാവശ്യം വേപ്പർ പ്രഷറൊക്കെ ഉള്ള ഒരു സോൾവെൻ്റ് ആണ്. ഈ സോൾവെൻറ്റിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ, ഓക്കെ, ഒരു സോൾവെൻറ്റിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ കുറയാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് മീൻസ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. Okay, so in that solvent in the vapor pressure എന്ന് പറഞ്ഞാൽ P0A ആണ്. സോൾവെൻറ്റിൻ്റെ എന്താണ്, സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? P അല്ലെങ്കിൽ വേപ്പർ പ്രഷർ P എന്ന് മാത്രം കൊടുത്താൽ മതി. P വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? P ആണ് സോൾവെൻറ്റ്. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ, അതായത് സോൾവെൻറ്റിൽ സൊല്യൂട്ട് ആഡ് ചെയ്തതിന് ശേഷമുള്ളതാണ് എന്ത്? P0. ഓക്കെ, അപ്പം ആദ്യം വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? P പ്രഷർ. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ P ആണ്. ദെൻ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ആഡിങ് ദ സൊല്യൂട്ട്. അപ്പോൾ എന്താണ്? P0 ആയി. സോ ദർ ഇസ് എ ചാൻസ് ഫോർ P ഈസ് ഗ്രേറ്റർ ദാൻ P0. അതായത് ലായനിയേക്കാൾ അല്ലെങ്കിൽ സൊല്യൂഷനേക്കാൾ വേപ്പർ പ്രഷർ ആർക്കായിരിക്കും കൂടുതൽ? പ്യുവർ സോൾവെൻറ്റിനായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ P0 അല്ലെങ്കിൽ P മൈനസ് P0 എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, പ്യുവർ സോൾവെൻറ്റ് അല്ലെങ്കിൽ നേരെ വേണമെങ്കിൽ തിരിച്ചും കൊടുക്കാം. പ്യുവർ സോൾവെൻറ്റിന് P0 എന്ന് കൊടുക്കാം, വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ P എന്ന് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ, ആസ് യു ലൈക്ക്. എനിവേ പ്യുവർ സോൾവെൻറ്റിനായിരിക്കും എന്ത്? വേപ്പർ പ്രഷർ കൂടുതൽ, സൊല്യൂഷന് കുറവായിരിക്കും. അപ്പം പ്യുവർ സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഈ ലോവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. മനസ്സിലായോ? പ്യുവർ സോൾവെൻറ്റിൽ നിന്നും വേപ്പർ പ്രഷർ കൂടിയ പ്യുവർ സോൾവെൻറ്റിൽ നിന്നും വേപ്പർ പ്രഷർ കുറഞ്ഞ എന്ത്? വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? P മൈനസ് P0 ഡിവൈഡഡ് ബൈ P. അതായത് P മൈനസ് P0 ഡിവൈഡഡ് ബൈ P എന്ന് പറഞ്ഞാൽ വീണ്ടും പ്യുവർ സോൾവെൻറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ദിസ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതെന്ന് പറയുന്നത് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഒരു സൊല്യൂഷനിലേക്ക് സോൾവെൻറ്റിലേക്ക് ഒരു സൊല്യൂട്ട് വരുന്നു. അത് നോൺ വോളറ്റൈൽ ആണെങ്കിലോ, നോൺ വോളറ്റൈൽ സൊല്യൂട്ടും കൂടെ ആണെങ്കിൽ വേപ്പർ പ്രഷർ ഒരുപാട് കുറയും അല്ലേ? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നല്ല രീതിയിൽ ഉണ്ടാവും.
സാധാരണഗതിയിൽ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സോല്യൂട്ട് വരുമ്പോഴാണ് എന്ത് വേപ്പർ പ്രഷർ ലോവർ ചെയ്യാനായിട്ടുള്ള ശ്രമിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ സംഭവിക്കുന്നത് എപ്പോഴാണ്? ലീനം നോൺ വോളറ്റൈൽ ആകുമ്പോൾ. ലീനം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനം എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്. ഓക്കെ, ലായകം എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവെന്റ്. ലായനി എന്ന് പറഞ്ഞാലോ സൊല്യൂഷൻ. ഓക്കെ, പേരുകൾ കണ്ടിട്ട് തിരിഞ്ഞു പോകരുത്. സോ ലീനം ഒരു നോൺ വോളറ്റൈൽ ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ സംഭവിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ? യെസ്. അപ്പം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും 4 പ്രോപ്പർട്ടീസ്, വാൻ ഹോഫ് ഫാക്ടർ, ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ലീനം നോൺ വോളറ്റൈൽ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ്മ രോഗമുള്ളവർക്ക് ചില കാലാവസ്ഥയിൽ അത് കൂടാനുള്ള കാരണം. ആസ്മ രോഗം എപ്പിലെപ്സി. സോ എപ്പിലെപ്സി ഉള്ളവർക്ക് ചില കാലാവസ്ഥയിൽ അത് കൂടും. എന്താണ് കാരണം? ഓപ്ഷൻ എ തണുത്ത കാലാവസ്ഥ, ഓപ്ഷൻ ബി വരണ്ട ഭൂപ്രകൃതി, ഓപ്ഷൻ സി ആ കാലാവസ്ഥയിലെ പൂക്കളുടെ പൂമ്പൊടി ശ്വസിക്കുന്നത് കൊണ്ട്, ഓപ്ഷൻ ഡി ആ കാലാവസ്ഥയിലെ പച്ചക്കറികൾ കഴിക്കുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ എപ്പിലെപ്സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആസ്മ റിലേറ്റഡ് അല്ലെങ്കിൽ അലർജിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. അപ്പം ചില സീസണുകളിൽ ചില അലർജികൾ വരാം. ആസ്മ രോഗം എന്ന് പറയുന്നത് തണുത്ത കാലാവസ്ഥയിലേക്ക് വരണ്ട ഭൂപ്രകൃതിയിലേറ്റ് എനി സീസണിലാണെങ്കിലും ചില കാലാവസ്ഥയിലെ ചില പൂക്കളുടെ പോളൻ ഗ്രെയിൻസ് അതാണ് പൂമ്പൊടി. ഓക്കെ, പോളൻ ഗ്രെയിൻസ് ചില കാലാവസ്ഥയിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. അത് ശ്വസിക്കുന്നത് കൊണ്ട് എപ്പിലെപ്സി കൂടാനുള്ള കാരണമുണ്ട്. ഓക്കെ, അപ്പം ചില കാലാവസ്ഥയിൽ അത് കൂടാനുള്ള കാരണം എന്നാണ് ചോദ്യം. ചില കാലാവസ്ഥയിൽ എന്തുകൊണ്ട് അത് കൂടുന്നു? തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടാണോ? അല്ല, ചില കാലാവസ്ഥയിൽ അത് കൂടുന്നുണ്ട്. ഏത് കാലാവസ്ഥയാണെന്നല്ല ചോദ്യം, എന്തുകൊണ്ടാണ് കാലാവസ്ഥ അത് കൂടാനുള്ള കാരണമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ കാലാവസ്ഥയിലെ പൂക്കളുടെ പൂമ്പൊടി ശ്വസിക്കുന്നത് കൊണ്ടാണ് അപസ്മാര രോഗമുള്ളവർക്ക് ചില കാലാവസ്ഥയിൽ അത് കൂടുന്നത്. ഓക്കെ, സോ ചില കാലാവസ്ഥയിൽ തണുത്ത കാലാവസ്ഥ ആയിക്കോട്ടെ പോളൻ ഗ്രെയിൻസ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് അത് ശ്വസിക്കുന്നത് കൊണ്ട് അപസ്മാര രോഗം കൂടാം. അതാണ് കാരണം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ആ കാലാവസ്ഥയിലെ പൂക്കളുടെ പൂമ്പൊടി ശ്വസിക്കുന്നത് കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലോറോ ഫ്ലൂറോ കാർബണിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഏത് വാതകമാണ് ഓസോൺ പാളിക്ക് ഹാനികരമായിട്ടുള്ളത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, ദാറ്റ് മീൻസ് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC. നമുക്കറിയാം നമ്മുടെ റെഫ്രിജറേറ്ററിൽ, ഫ്രിഡ്ജിൽ, അതിൽ AC-യിൽ, എയർ കണ്ടീഷണറിലൊക്കെ റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓക്കെ, ഇതിനകത്തുനിന്ന് വരുന്ന ക്ലോറിൻ വാതകമാണ് ഓസോൺ പാളിക്ക് വളരെ ഹാനികരമായിട്ട് ഏൽക്കുന്നത്. ഓക്കെ, CFC എന്ന് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഒരു തവണ CFCയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. അപ്പം കാർബോ ഫ്ലൂറോ കാർബൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്, പേര് മറക്കരുത്. ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC. ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും റെഫ്രിജറൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എയർ കണ്ടീഷണറും റെഫ്രിജറേറ്ററിലും ഒക്കെ റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അവിടെ നിന്നും ഈ എമിറ്റ് ചെയ്യുന്ന ക്ലോറിൻ വാതകം, CFCയിലെ ക്ലോറിൻ വാതകമാണ് ഓസോൺ പാളിക്ക് ഹാനികരമായിട്ട് ഏൽക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ F2, ഓപ്ഷൻ ബി Cl2, ഓപ്ഷൻ സി N2O2, ഓപ്ഷൻ ഡി SO2. അപ്പം ക്ലോറോ ഫ്ലൂറോ കാർബണിലാകെ CFC ആണ്, ക്ലോറിൻ ഫ്ലൂറിൻ കാർബൺ. ഓക്കെ, സോ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. അതുകൊണ്ട് ഓസോൺ പാളിക്ക് ഹാനികരമായിട്ടുള്ള ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻ CFC ഇറ്റ് ഈസ് ക്ലോറിൻ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, Cl2. ഓക്കെ, പെർഫെക്റ്റ് ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്യുവർ സിലിക്കൺ
ഏത് മൂലകം പ്യുവർ SiCl4നെ നിരോക്സീകരിക്കുമ്പോൾ ലഭിക്കുന്നതാണ്? ഓക്കെ, അതായത് ഏത് മൂലകം പ്യുവർ SiCl4നെ ഓക്കെ, ഏത് മൂലകം SiCl4നെ നിരോക്സീകരിക്കുമ്പോഴാണ് പ്യുവർ സിലിക്കൺ കിട്ടുന്നത്, അതായത് Si കിട്ടുന്നത്. Si മീൻസ് സിലിക്കൺ. സോ SiCl4നെ നിരോക്സീകരിക്കുന്ന ഏത് മൂലകം വഴിയാണ് പ്യുവർ സിലിക്കൺ കിട്ടുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു നിരോക്സീകാരി കിടപ്പുണ്ട്, ദ ഓപ്ഷൻ ഡി, സോഡിയം. അപ്പോൾ സോഡിയം എന്ന് പറയുന്ന എലമെന്റ് SiCl4നെ റെഡ്യൂസ് ചെയ്താണ് എന്ത് കൊണ്ടുവരുന്നത്? സിലിക്കൺ, പ്യുവർ സിലിക്കൺ ഉണ്ടാക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ. ഓക്സീകരണവും നിരോക്സീകരണവും. ഓക്കെ, റിഡക്ഷൻ മീൻസ് നിരോക്സീകരണം, ഓക്സിഡേഷൻ മീൻസ് ഓക്സീകരണം. അപ്പോൾ ഏത് എലമെന്റ് റെഡ്യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഏത് എലമെന്റ് ഉപയോഗിച്ച് SiCl4നെ റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് പ്യുവർ സിലിക്കൺ കിട്ടുന്നതെന്നാണ് ചോദ്യം. സോ SiCl4നെ സോഡിയം വെച്ച് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്യുവർ സിലിക്കൺ കിട്ടും. ഓക്കെ, സോ പ്യുവർ സിലിക്കൺ ഏത് മൂലകം പ്യുവർ SiCl4നെ നിരോക്സീകരിക്കുമ്പോൾ ലഭിക്കുന്നതാണ് എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സോഡിയം. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിലിക്കേറ്റിന്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്. ഓപ്ഷൻ എ SiO2, ഓപ്ഷൻ ബി SiO3 2- അയോൺ, ഓപ്ഷൻ സി SiO4 4- അയോൺ, ഓപ്ഷൻ ഡി SiO6 6- അയോൺ. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ സിലിക്കേറ്റ്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ തന്നെയുണ്ട്. സിലിക്കേറ്റ്സിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്, ദെൻ അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സിലിക്കേറ്റ്സ് ഉണ്ട്. ഓക്കെ, ഒരുപാട് തരത്തിലുള്ള സിലിക്കേറ്റ് സ്ട്രക്ചറുകളുണ്ട്. അപ്പം അതിനകത്തൊരു പാട്ട് പോലെ പഠിക്കാൻ കോഡൊക്കെ വെച്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സിലിക്കൺസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ക്ലോസോ, അങ്ങനെ കുറേ സിലിക്കൺസിൻ്റെ പേരുകളുണ്ട്. സോ റിംഗ് സിലിക്കേറ്റ്, ഓക്കെ, പൈറോ സിലിക്കേറ്റ്സ്, ഓർത്തോ സിലിക്കേറ്റ്സ്, പിന്നെ മീസോ, അങ്ങനെ കുറേ സിലിക്കേറ്റ്സുകളുടെ പേരുണ്ട്. അതെല്ലാം സിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ സിലിക്കേറ്റിനെ കുറിച്ചൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. എനിവേ, സിലിക്കേറ്റിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ SiO2, ഓപ്ഷൻ ബി SiO3 2-, ഓപ്ഷൻ സി SiO4 4- അയോൺ, SiO6 6- അയോൺ. അപ്പോൾ സിലിക്കേറ്റിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഇത് ഓപ്ഷൻ സി SiO4 4- ആണ്. SiO4 4- ആണ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് സിലിക്കേറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് ഫോം ചെയ്യുന്ന സ്ട്രക്ചർ, ഇങ്ങനെയൊക്കെ സ്ട്രക്ചർ ഉണ്ട്. ഇങ്ങനെ പിന്നെ ഓരോ സ്ട്രക്ചർ ഇങ്ങനെ പടർന്നു പോകുന്നതും പ്ലേറ്റ് പോലെ ഇങ്ങനെ പോകും, റിങ് പോലെ ഇങ്ങനെ സഞ്ചരിക്കും, ഒരു ലെയറായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന സ്ട്രക്ചറുകളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ SiO4 4- ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് സിലിക്കേറ്റ്സ്. ക്ലിയർ? യെസ്. സോ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിമൈനിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദകരമായിട്ട് പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നുള്ള പോർഷനിൽ നിന്നും എടുത്ത ക്വസ്റ്റ്യൻസ് കൂടിയാണ്. ആ പോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് കൂടി പഠിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ ബൈ ആൻസർ ആയിട്ട് പഠിക്കാതെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് ചാൻസിൽ ആ ക്വസ്റ്റ്യൻ കൂടി കിട്ടും. ഓക്കെ, ഉള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകാതെ ഇനി വരാനുള്ള ക്വസ്റ്റ്യൻസ് കൂടി എക്സ്പെക്ട് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. അതിനുവേണ്ടിയാണ് ഓരോ ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടോപ്പിക്കും കൂടി പറഞ്ഞു തന്നത്. സോ ക്ലിയർ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും പഠിക്കുക, എല്ലാം വിശദകരമായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.